വളരെ സന്തോഷമുള്ള ഒരു സദസ്സാണ്. ഈ സന്ദർഭത്തിൽ ജയൻ മാഷും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അമൃതരാജും പറഞ്ഞത് എൻ്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു വികാര വിക്ഷോഭം കൊണ്ട് പറഞ്ഞതല്ല. കാരണം ഇത്തരത്തിലുള്ള ഗൗരവമായ ഒരു അന്വേഷണത്തിലേക്ക് അത്രത്തോളം സജീവമായ താല്പര്യത്തിൽ ഇറങ്ങുമ്പോൾ ആർക്കും വന്നു ഭവിക്കാവുന്ന മാനസിക വ്യാപാരങ്ങളാണ് അവർ പങ്കുവച്ചത്. ഇത് ഞാൻ വലിയ ഒരു ഗവേഷണം, വളരെ ശരിയാണ്, കാര്യം വലിയൊരു ഗവേഷണമല്ല നടത്തിയത്. ഒരു 50 വർഷം മുമ്പ് ഈ വിഷയത്തിൽ ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് ചിന്തകന്മാരും ഒരുപാട് വിദ്യാധിരാജ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇപ്പോഴും സ്വാമിയുടെ ഏതാണ്ട് 10ഓളം കൃതികൾ കണ്ടെത്താനുണ്ട്. അപ്പോൾ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രചാരണ പ്രസ്ഥാനമില്ല എന്നുള്ളത് സത്യമാണ്. അപ്പം ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കുന്ന ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലം, സാധക സംഗമം, ഇവിടെ ഒരുപാട് വിദ്യാധിരാജ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പല മീറ്റിങ്ങുകളും പങ്കെടുക്കാൻ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വിദ്യാധിരാജ ഗുരുകുലം വളരെ നിശബ്ദമായി ഒരു ചെറിയ സംഘമാണെങ്കിലും അത് അത്രത്തോളം സമർപ്പിത ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോവുകയും ഇങ്ങനെയുള്ളതായ അവസരങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കാനുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി. ഇപ്പം പ്രധാനമായി ചട്ടമ്പിസ്വാമി പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ രീതി ജ്ഞാനികൾ എപ്പോഴും അജ്ഞാതനായിരിക്കുന്നതാണ് നല്ലതെന്ന്. അത് തീർത്ഥപാദ പരമഹംസരോടാണ് പറയുന്നത്. കാര്യം ആർക്കായാലും മിണ്ടാതെ ഇത് കണ്ണടച്ച് എവിടെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ, കാവ്യം എടുത്തോ വെള്ള വസ്ത്രം എടുത്തോ കണ്ണടച്ച് മിണ്ടാതെ ഒരു പൊതുസ്ഥലത്തോ ആലിൻ ചവിട്ടിലോ ഒക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ആളുകൾ വന്ന്, സാധാരണ ജനങ്ങൾ വന്ന് പൂജിക്കുകയും പിന്നെ കാൽപാദങ്ങളിൽ ഒക്കെ പുഷ്പങ്ങൾ അർപ്പിച്ച് അവരെ ദൈവങ്ങളാക്കി മാറ്റും. അതിന് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകടിത രൂപങ്ങളിലാണ് നമ്മുടെ സാധാരണ ജനസമൂഹങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും പിന്നെ സഹജ സമാധിയിൽ സദാ രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് കാവ്യവസ്ത്രം വേണമെന്നില്ല, പൂണൂല് വേണമെന്നില്ല, മറ്റ് സ്വാമിമാരുടേതായിട്ടുള്ള അലങ്കാര വിഭൂഷകൾ വേണമെന്നില്ല. ഒരു സാധാരണക്കാരനും അല്ലെങ്കിൽ മനുഷ്യനായി പിറന്നവർക്കൊക്കെ ജ്ഞാനത്തിന് അവകാശമുണ്ട്, മോക്ഷത്തിന് അവകാശമുണ്ട്. അത് നമ്മുടെ പുണ്യപാപങ്ങൾ, അതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ സാധകന്മാരാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങളെക്കാളൊക്കെ അറിവ് കുറവാണ് എനിക്ക്. പക്ഷേ നമ്മൾ നമ്മുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നു, അല്ല പുണ്യം ഉണ്ടാക്കുന്നില്ല, പക്ഷെ ദോഷങ്ങൾ ശ്രമിക്കാൻ ഏറ്റവും പ്രധാനമായി കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ ചട്ടമ്പി സ്വാമി, സദാനന്ദ സ്വാമി, നാരായണ ഗുരു, ഇതെൻ്റെ ഒരു സഹജമായിട്ടുള്ള പ്രകൃതത്തിൽ അടിസ്ഥാനമായിട്ട് തന്നെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ചെയ്തില്ലെങ്കിൽ മറ്റാരും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതും വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഞാൻ സദാനന്ദ സ്വാമിയുടെ പുസ്തകം അദ്ദേഹത്തിൻ്റെ 100ാം സമാധി വർഷത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1924 സമാധി ഏതാണ് സദാനന്ദ സ്വാമി. ഇത്രയും വലിയതായിട്ടുള്ളൊരാശ്രമം, ഒരുപാട് സമ്പത്തുള്ള ഒരാശ്രമം. അപ്പോൾ നിങ്ങൾക്കറിയാം കൊട്ടാരക്കര സദാനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവർ 100 വർഷം കഴിഞ്ഞിട്ടും ആ ആശ്രമത്തിൻ്റെ കുലസ്ഥാപകനായ സദാനന്ദ സ്വാമിയുടെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ലെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്താണ് ഈ പരമ്പരകൾക്ക് സംഭവിക്കുന്നത്? 1000-500 ഏക്കർ ഇപ്പോഴും ഉണ്ട്, 300 ഏക്കർ. അപ്പോൾ നിങ്ങൾ MC റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം സദാനന്ദപുരം എന്ന് പറയുന്ന വലിയൊരു പ്രാകൃതമായിട്ടുള്ളൊരു കെട്ടിടമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് ഈ നീലകണ്ഠ സ്വാമിയുടെ സമാധിക്ക് മുന്നിലിരുന്ന് ചട്ടമ്പി സ്വാമിയുടെ ആത്മകഥമായി പറഞ്ഞത്. ഇവർ രണ്ടുപേരും കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വഭാവമായിട്ട് പറയുന്നേ ഉള്ളൂ. വളരെ പ്രസക്തമായ കാര്യമാണ്. അവസാനത്തേത്
അവസാനിച്ചു. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അത് ആത്മകഥമായി പറഞ്ഞു, ഉറക്കം പറഞ്ഞ ഇതാ ഒരു ബ്രഹ്മാണ്ഡ ലോകം നമ്മുടെ മുന്നിൽ തകർന്നു പോയിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം ഈ കൃത്യമായിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരമ്പരയിൽപ്പെട്ടവർ തന്നെ അത് പ്രവർത്തിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ടൊരു കാര്യമില്ല. ഇങ്ങനെയുള്ള സംഗമങ്ങൾ അല്ലെങ്കിൽ സാധക സംഗമങ്ങൾ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഈ പുസ്തകം ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയല്ല കേട്ടോ, കാരണം ഈ പുസ്തകം ഞാൻ കിട്ടിയിരുന്നു, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്ര മനോഹരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളതെന്നാണ്. ഇതിനു മുമ്പ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു, അതിനു മുമ്പ് വാഴൂർ ആശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു, പിന്നെ അതിനു മുമ്പ് ഈ പറഞ്ഞ മഹേശ്വരൻ നായർ സാറ് ഈ പുസ്തകം എല്ലാവരും അതിനേക്കാളൊക്കെ ഒരുപാട് ഇൻഫർമേഷനും പിന്നെ ഈ പറഞ്ഞ കണ്ടെത്തിയ പുസ്തകങ്ങളും ഒക്കെ ചേർത്താണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒരു സ്വാമി എങ്ങനെ പഠിക്കണം, എന്തായിരുന്നു ചട്ടമ്പി സ്വാമി എന്നുള്ളതിന് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ പുസ്തകം ചട്ടമ്പി സ്വാമി സാഹിത്യ സർവത്തിന് കഴിയുന്നുണ്ട്. അത് അമൃതരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സമർപ്പണം കൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം 2 പ്രാവശ്യം വീട്ടിൽ വരികയും അതിൻ്റെ സൂക്ഷ്മ വശങ്ങൾ പോലും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ ആദിഭാഷയെക്കുറിച്ചും കൂടെ ഞാൻ പറയാം. ഈ ആദിഭാഷ ഈ അന്വേഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷണത്തിൽ നേരിടേണ്ടി വന്ന തമാശകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സമയം കാണും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ഒരു വീട്ടിൽ ചെന്നപ്പോൾ, കരുനാഗപ്പള്ളിയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഈ പുസ്തകങ്ങൾ പണ്ട് തൊട്ടേ ഒരു ഹരമാണ്. പഴയ പുസ്തകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചു പോകും. വാഴൂർ ആശ്രമത്തിലെ മഠാധിപതി ചോദിച്ചിട്ട് പോലും, വാഴൂർ ആശ്രമത്തിലെ വിദ്യാലയ പ്രസ്ഥാനത്തിൻ്റെ കുലപതിയായ ഇപ്പോഴത്തെ മഠാധിപതി ചോദിച്ചിട്ട് പോലും ആ വീട്ടിലെ ഗൃഹനാഥൻ പറഞ്ഞൊരു കാര്യം, അയ്യോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആരും കൊടുക്കരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാ സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, സ്വാമി പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് സുരേഷ് പോയാൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിരന്തരം ശല്യപ്പെടുത്തുകയും ഓരോ ദിവസം വിളിക്കുമ്പോഴും ഇന്ന് കല്യാണമാണ് സാർ എന്നുകൊണ്ട് അടുത്ത ദിവസം വേറെ ദിവസം വിളി, പിന്നെ ഒരു ദിവസം വിളിക്കുമ്പം ഇന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അവസാനം ഞാനങ്ങ് ചെല്ലും. അവസാനം ഒരു പ്രാവശ്യം ഇങ്ങനെ കയറി, അവിടെ കയറിയപ്പോൾ ഒരു പഴയ പെട്ടിയാണ്. ഒരു പഴയ പെട്ടിയിൽ കത്തുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത് നമ്മളാരും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലത്. കത്തുകളൊരു 400 കത്തുകളാണ്, ഒരു 100 വർഷം പഴക്കമുള്ളതാണ്. ആ കത്തുകൾ ഒരു തടിപ്പെട്ടിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഇത് ഈ പുള്ളി പോലും കണ്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം കേട്ടോ, അതുകൂടെ പറയാം. പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാനാണ് കണ്ടെത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ കത്തുകൾ ഇരിപ്പുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാര്യം പഴയ കത്തുകളാണ്, ഇനിയും പുറത്ത് കാണാത്ത ഒരുപാട് ചരിത്രപരങ്ങളുള്ള കത്തുകളാണ്. അല്ലല്ല, അത് അതിനകത്തുനിന്നല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാടുണ്ട്. ചിറ്റയുടെ ശങ്കുപിള്ള അടക്കമുള്ള ഒരുപാട് ആളുകളുടെ പഴയ മഹാരഥന്മാരുടെ കത്തുകളാണ്. ചട്ടമ്പി സ്വാമി, തീർത്ഥപാദ പരമഹംസർ, ഇവരുടെയൊക്കെ രേഖകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെതലിൽ നിന്ന് പോകും. അപ്പോൾ അപ്പുറത്ത് നിന്ന് അതിൻ്റെ വൈഫ് പറയുകയാണ്, ഇത് ഞാൻ എത്ര പ്രാവശ്യമായിട്ട് പറയുന്നത് ഇത് എന്തെങ്കിലും എടുത്ത് കളയാൻ. നിങ്ങളത് ആലോചിച്ച് നോക്കണം. സ്വാമി വന്നിരുന്ന ഇതിന് ഞാനൊരു പ്രതികാരം തീർത്ത എങ്ങനെയാണെന്നറിയോ? അതുകൂടെ പറയാം. അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. കാര്യം ഞാനത് പറയാൻ കാര്യം എവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ ജാമ്യത്തിലും കൂടെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും പറയണമെന്ന് ഞാൻ വിചാരിച്ചല്ല, പക്ഷേ എവരത് പ്രകടിപ്പിക്കും, ഞാൻ മാത്രം അങ്ങനെ പറയാതിരുന്നാലൊരു സുഖമില്ല എന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു, ഞാൻ പറയൂ ഇത് കളയരുത്, പ്രാധാന്യമുണ്ട്. ഞാനിത് ബോധ്യപ്പെടുത്തിയവരെ, കാര്യം ഇനി എങ്ങനെയാണ് നശിച്ചു പോകാലോ എന്ന് ബോധ്യപ്പെടുത്തി. എന്നിട്ട് പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ സത്യം പറയാണ്, ഞാൻ അന്ന് ആ പുസ്തകങ്ങൾ പരിശോധിക്കാൻ കയറിയില്ലായിരുന്നെങ്കിൽ ആ പുസ്തകം മൊത്തം ചെറുന്ന് പോയി. ഒരു വശത്തും ചേറി കയറാൻ തുടങ്ങി. അപ്പോൾ ഈ ആദിഭാഷ തമിഴ് എന്നുള്ള പന്നിശ്ശേരി ട്രാൻസ്ലേറ്റ് ചെയ്ത കുറച്ച് അതിനകത്ത് കൂട്ടിച്ചേർക്കലുണ്ടാവും, ഒരു സംശയം വേണ്ട. ഈ ചട്ടമ്പി സ്വാമി പൊന്നമ്പലം പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ചാണ് ആദിഭാഷ എഴുതുന്നുള്ള കാര്യം പറവൂർ ഗോപാലപിള്ള വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തമിഴ് അവിടെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പന്നിശ്ശേരി കാണുമല്ലോ, പന്നിശ്ശേരി ട്രാൻസ്ലേറ്റ് ചെയ്തത്.
അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കണ്ടു, തമിഴിൽ എഴുതിയിരിക്കുന്നത്. അത് കയ്യെഴുത്താണ്, അത് പെൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് മൊത്തം പോയി. അതിൻ്റെ കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും എടുക്കാനില്ല. ഇപ്പം ഞാൻ പറഞ്ഞാണ്ട് ഇത് കണ്ടില്ലേ, ഇപ്പം ഞാൻ കയറിയില്ലായിരുന്നു, ഇത് മൊത്തം നശിച്ചു പോയി. അപ്പോൾ ഇത് ഇങ്ങനെ കയറി അവസാനം ഇങ്ങനെ ഞാൻ 5-7 പ്രാവശ്യം കൂടെ പോയി കാണും. ഒരു വർഷം കൊണ്ടാണെന്ന് കൂടെ ആലോചിക്കണം. നമ്മളൊരു ഒരു ദിവസം മൊത്തം നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കും നമ്മുടെ പുറകെ വന്ന്. അല്ല, ഒന്ന് ആലോചിച്ച് പോകണം. സ്വാമിയുടെ എന്നിട്ട് സ്വാമി അവിടെ വന്നിരുന്നിട്ടുള്ളൊരു വീടാണ്, വേറൊരു വീടുണ്ട്. അപ്പം ഞാൻ അവസാനം എൻ്റെ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞൊരു 15 വർഷം മുമ്പുള്ള കാര്യം കേട്ടോ, അതുകൂടെ പറയണം. ഒരു 15 വർഷം മുമ്പുള്ള കാര്യമാണ്. പന്മന ആശ്രമത്തിലൊരിക്കൽ ഞാൻ കൈവല്യാനന്ദ സ്വാമി എല്ലാം അവിടെ ഇരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെതായിട്ടുള്ള സമാധിസ്ഥാനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റണം, വേറെ എങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടിയാണ്. വലിയൊരു സമാധിസ്ഥാനമാണ്. അദ്ദേഹം ഒരു ആധ്യാത്മിക പുരുഷൻ കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാല പരിശോധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണം. അപ്പം അത് കൈവല്യാനന്ദ സ്വാമി അടുത്ത് വന്നിരിക്കും, ഉപദേശം സ്വീകരിക്കും. അവർക്കത് മാറ്റിയേ പറ്റും, സ്വത്ത് തമ്മിലുള്ള എന്തോ പ്രശ്നം കാണും. അപ്പോൾ സ്വാമി വളരെ ഗംഭീരമായിട്ട് അതിന് മറുപടി കൊടുത്തു. സ്വാമി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്വാമി വളരെ തീക്ഷ്ണമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിഷയം എന്തോ പറഞ്ഞു വന്നപ്പം പെട്ടെന്ന് എനിക്ക് ആ സമയത്തുണ്ടായതുകൊണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞാണ് കേട്ടോ, ഞാൻ വിഷയം പറഞ്ഞല്ല. ഇവരുടെയൊക്കെ വീട്ടിൽ പോയിരുന്ന സ്വാമിയെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ്. കാര്യം ഇവർ പറഞ്ഞതിനേക്കാൾ ഹൈ ഡോസാണല്ലോ ഞാൻ പറഞ്ഞത്, മനസ്സിലായല്ലോ. ഇത്ര ഞാൻ പറഞ്ഞു. കാര്യം എനിക്ക് അന്നേരം പറയണമെന്ന് തോന്നി. അത് അന്നേരം പന്മന ആശ്രമത്തിൽ സ്വാമിയുടെ സമാധിസ്ഥാനത്ത് ഇരുന്ന് തന്നെ ഞാൻ പറയുന്നത്. കാര്യം സ്വാമി എന്നെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അത്. ഇതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണെന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. ഈ പുസ്തകങ്ങൾ കൃത്യമായ രേഖകളുണ്ട്. അന്നംഭട്ടികം എന്ന് പറയുന്ന പുസ്തകം, അന്നംഭട്ടികം എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിലെ ഒന്നാമത്തെ തർക്കശാസ്ത്ര ഗ്രന്ഥമാകുമായിരുന്നു. ഏറ്റവും ലളിതമായിട്ടാണ് അത് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നീലകണ്ഠ തീർത്ഥവാർ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം നമുക്ക് കിട്ടിയിട്ടില്ല, അത് പോയി. അത് എവിടെ ഉണ്ടെന്ന് വരെ ചട്ടമ്പി സ്വാമി പറയുന്നുണ്ടെന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ എഴുമറ്റൂർ വലിയ കോയിക്കൽ വീട്ടിലിരിപ്പുണ്ട്. അതൊക്കെ ഒരു വശം മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ സ്വാമിയെക്കുറിച്ചുള്ള ചില അബദ്ധ കാഴ്ചപ്പാടുകളുണ്ട്. കാര്യം സ്വാമി ചിലയിടത്ത് എഴുതി, അത് ശരിയാണ്, ഒരു പരിധി വരെയാണ്. അത് എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ സ്വാമി എഴുതി കൊടുക്കുന്നതാണ്. കാര്യം സ്വാമി ആരെയും ഉപദ്രവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നില്ല. അദ്ദേഹം വാക്കുകൊണ്ട് പോലും ഒരാളെ മോശമായിട്ട് ഒരിക്കലും പറയത്തില്ല. ഇപ്പം തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ടുള്ള തർക്കത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു പുസ്തകം എഴുതി, മോക്ഷപ്രദീപം. അപ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരായിരുന്നു. അത് എഴുതാനുള്ള പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. കാര്യം ശ്രീനാരായണ ഗുരുദേവൻ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് ഒരു വിപ്ലവം ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അപ്പുറം സദാനന്ദ സ്വാമിയുണ്ട്. അപ്പോൾ അവർ പലയിടത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെയാണ് അങ്ങനെ ഒരു പുസ്തകം വരുന്നത്, മോക്ഷപ്രദീപം എന്ന പുസ്തകം വരുന്നത്. അപ്പോൾ അതിനെതിരെ അത്ര ശക്തിയുക്തമായ വാദങ്ങളാണ്. അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ആളും കൂടാണ് ഈ ബ്രഹ്മാനന്ദ ശിവയോഗി. ഈ ശക്തിയുക്തമായ വാദങ്ങൾക്കെതിരെ കൃത്യമായ മറുപടി പറയാൻ ആരുമില്ല. അപ്പോൾ കുറേ ആളുകൾ ഈ പറഞ്ഞ ആളുകൾ ചട്ടമ്പി സ്വാമിയെ സമീപിച്ചിട്ട് പറഞ്ഞു ഒരു മറുപടി എഴുതണം എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വാമി ഗംഭീരമായ ഒരു മറുപടി എഴുതിയതാണ് ഈ മോക്ഷപ്രദീപം കണ്ടെന്ന പുസ്തകം. ഇത് 1915 എഴുതി, പക്ഷേ ഇത് പ്രസിദ്ധീകരിച്ചില്ല. അപ്പോൾ പ്രസിദ്ധീകരിക്കാതിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ശിവയോഗിയുടെ ശിഷ്യന്മാർ ആ സമയത്ത് ചട്ടമ്പി സ്വാമിക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. വിവേകാനന്ദ സ്വാമിയെ പോലെയാണ് അങ്ങ് പ്രധാനമായ രാജയോഗിയും ഭക്തിയോഗിയും ജ്ഞാനയോഗിയും കർമ്മയോഗിയുമാണെന്നും അങ്ങേക്കാൾ ഇത്രയും വലിയ എല്ലാ വിഷയങ്ങളിലും അനുഭവസ്ഥനായിട്ടുള്ള മറ്റൊരാളില്ല. അപ്പം അങ്ങ് ആ പുസ്തകം ഒരിക്കലും എഴുതരുത്, ആ പുസ്തകം പ്രസിദ്ധീകരിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് അതിനുണ്ടായിരുന്നത്. ഒരു ഗംഭീരമായ മറുപടി ചട്ടമ്പി സ്വാമി എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വാമി എത്ര വിനീതമായിട്ടാണത് ചെയ്യുന്നുള്ളതാണ്. കാര്യം നമ്മൾ ക്രിസ്തുമതച്ഛേദനത്തെക്കുറിച്ചും ക്രിസ്തുമതത്തെ വിമർശിച്ച സ്വാമി എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് സ്വാമിയെ ഒരു ആക്ഷേപത്തിൻ്റെ സ്വരത്തിൽ പരാമർശിക്കുന്നത് ഒക്കെ ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ സ്വാമി അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഹിരണ്യകശിപുവാണ്, അദ്ദേഹം നരസിംഹമാണെന്നാണ്.
സ്വാമിയുടെ ഒരു വിനയം അതാണ്. എന്നിട്ട് സ്വാമി പറയും, ഞാൻ ആ വിഷയത്തിൽ, നമ്മുടെ ഈ വിഷയത്തിലേക്കാണ് വരിക. കാര്യം സമഗ്ര വീക്ഷണം എന്ന് പറയുമ്പോൾ ചട്ടമ്പി സ്വാമിയുടെ സമഗ്ര വീക്ഷണം എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം. അവർ നിങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ജയൻ മാഷ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നറിയാം. അപ്പോൾ സ്വാമി എന്താണ്, അല്ലെങ്കിൽ സ്വാമിയെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരംശമെങ്കിലും, നമുക്കൊക്കെ ഒരുപാട് ദോഷം ഉണ്ടായിട്ട് നമുക്ക് സ്വീകരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി. നമുക്ക് ശ്രമങ്ങളെ പറ്റൂ. നമുക്കങ്ങനെ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, ധാരണാശേഷി ഉപയോഗിച്ച് നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിച്ച് നമുക്ക് എന്താണ് ജ്ഞാനമെന്നും എന്താണ് ബോധമെന്നും ഒക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ പാടാണ്. അപ്പോൾ ഈ ബോധം നമ്മുടെ ശരീരം പോലെ ഉറയ്ക്കാൻ വലിയ പാടാണ്. കാര്യം നമ്മൾ അത്രത്തോളം ദോഷങ്ങൾ നമുക്ക് കിടക്കുന്നുണ്ട്, അത് പാടാണ്. പക്ഷെ നമുക്ക് ശ്രമിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് ചട്ടമ്പി സ്വാമി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരി തെളിയിക്കുന്ന സമ്പ്രദായത്തിലാണ് ഞാൻ ഇതിന് മറുപടി എഴുതിയിട്ടുള്ളതെന്നാണ്. അതായത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യന്മാർക്ക് ആ ചട്ടമ്പി സ്വാമി കൊടുക്കുന്ന ഒരു മറുപടി ഇതാണ്, ശരി തെളിയിക്കുന്ന സമ്പ്രദായം. അതാണ് സ്വാമിയുടെ വിദ്യാഭ്യാസ രീതി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാമി എങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ വെച്ച് നോക്കാം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എടുത്ത് പരിശോധിക്കാം. അപ്പോൾ ഈ പുസ്തകത്തിൽ ഈ പ്രധാനപ്പെട്ട കത്തിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചില ഗുരുനാഥന്മാർ കുഞ്ഞുങ്ങൾക്ക് ചില വിഷയങ്ങളിൽ നിശ്ചിത ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി വാസ്തവത്തിൽ നിന്ന് അല്പം ഭേദപ്പെടുത്തി വാദങ്ങൾ പറയുകയും പിന്നീട് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് തിരുത്തി കൃത്യമായി അവരുടെ ബുദ്ധി ഉറപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം. അപ്പോൾ ഇത് നമ്മൾ ഭാരതീയ തർക്കശാസ്ത്രം എടുത്ത് പരിശോധിച്ചാലും ഭാരതീയ സംവാദശാസ്ത്രം പരിശോധിച്ചാലും ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി പരിശോധിച്ചാലും സംവാദ രൂപത്തിലാണ് നമുക്കറിയാം. അത് ഗുരുവിന് അറിയാം കാര്യം എന്താണെന്നുള്ള കാര്യം. അപ്പം നമ്മളെക്കൊണ്ട് പുതിയ സംശയങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് ആ രീതിയിൽ മറുപടി പറയുകയും, അപ്പോൾ അങ്ങനെ സംശയങ്ങൾ പുതിയതായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് നമ്മുടെ ബുദ്ധിയെ ഉണർത്തി, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വിഷയത്തിലുള്ള സംശയങ്ങളും സന്ദേഹങ്ങളും ഒക്കെ പരിപൂർണമായി മാറ്റിയ ശേഷമാണ് ഒരു വിഷയത്തിൽ ബുദ്ധി ഉറക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളിപ്പം കേൾക്കും, പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മറന്നു പോകും. കാര്യം നമ്മുടെ മനസ്സ് വേറെ വിഷയങ്ങൾ ഉറച്ചു പോയിട്ടുണ്ട്. ഇത് തന്നെ നൈഷധത്തിൽ പറയുന്നുണ്ട്. കാര്യം നൈഷധം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പ്രധാനമായി പഴയ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അധീതി ബോധാചരണ പ്രചരണ എന്നാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഉരുവിട്ട് കേട്ട് പഠിച്ച് മനഃപ്പാടമാക്കുന്നതിനാണ് പറയുന്നത്. അപ്പം നമ്മുടെ പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയാണ്. നമ്മൾ നഴ്സറി സ്കൂളിൽ പഠിച്ച പാട്ടുകൾ നമുക്ക് ഓർമ്മയുണ്ട്. കാര്യം എന്താണ്? കാര്യം നമ്മൾ ചൊല്ലി പഠിച്ചുകൊണ്ടാണ്. നമ്മൾ സന്ധ്യാനാമം ചൊല്ലുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. ഒരേ സന്ധ്യാനാമം നമ്മൾ ഒരു മാസം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പുസ്തകം നോക്കേണ്ട കാര്യമില്ല. അധീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കൃത്യമായിട്ട് ശബ്ദം ചൊല്ലി പഠിക്കുക, ഒത്തു ചൊല്ലുക എന്ന് പറയുന്നതാണ് കാണും. ഇപ്പം വേദം പഠിപ്പിക്കുന്ന സമയത്ത് ബ്രാഹ്മണാദികളെയൊക്കെ വേദം പഠിപ്പിക്കുന്ന സമയത്ത് അവർ ചൊല്ലിയാണ് പഠിപ്പിക്കുന്നത്. ഒരേ ശബ്ദം തന്നെ ആവർത്തിച്ച് ചൊല്ലി പഠിപ്പിക്കും. അപ്പോൾ എന്നിട്ട് ബുദ്ധി ഉറച്ച ശേഷമാണ് നമ്മൾ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. അധീതി പിന്നെ ബോധം. അപ്പം ചൊല്ലിപ്പഠിച്ച കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കലാണ് ബോധം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ ചൊല്ലിപ്പഠിച്ച് ഹൃദിസ്ഥമാക്കിയത്, ഇതിൻ്റെ അർത്ഥം നമ്മൾ ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥൻ പെതുക്കെ പറഞ്ഞു തരും, അത് ഉറപ്പിക്കും. പിന്നെ മൂന്നാമത്തത് ആചാരമാണ്. നമ്മൾ ഈ പഠിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ ആചരിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആചരിച്ചങ്ങ് നിർത്താമോ? അധീതി ബോധാചരണ പ്രചാരണമാണ്. അപ്പം നമ്മൾ അനുഭവിച്ച അറിഞ്ഞ കാര്യങ്ങളെ, സാക്ഷാത്കരിച്ച കാര്യങ്ങളെ പ്രചരിപ്പിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം.
അപ്പോൾ ഇതായിരുന്നു ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം. അപ്പോൾ ഇതിനു വേണ്ടി ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ചതായിട്ടുള്ള ചിന്താപദ്ധതി, വിദ്യാഭ്യാസ പദ്ധതി, മൂല്യപദ്ധതി, ഇത് നമ്മൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സന്യാസ പരമ്പരകളെ കൊണ്ടോ അല്ലെങ്കിൽ കാവ്യവേഷം എടുത്തു നടക്കുന്നവരെ കൊണ്ടോ ഒരു മോശക്കാരൊന്നുമല്ല. പല രീതിയിൽ ഈ ഇപ്പം മിലിന്തയുമായിട്ടുള്ളൊരു സംവാദമുണ്ട്, നാഗസേന എന്ന് പറഞ്ഞൊരു ബുദ്ധഭിക്ഷു, വളരെ പ്രസിദ്ധമായ സംവാദമാണ്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് രാജാവായ മിലാൻഡർ. അപ്പോൾ ഈ മിലാൻഡർ ഭയങ്കര താർക്കികനാണ്. ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ നാഗസേന എന്ന് പറഞ്ഞാൽ അതിബുദ്ധിശാലിയായിട്ടുള്ള പ്രധാന ബുദ്ധഭിക്ഷുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ എന്താണ് നിങ്ങളുടെ ധർമ്മം, നിങ്ങൾ എന്തിനാണ് ഈ സന്യസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്ന പരിവ്രാജക വൃത്തിയുടെ ഉദ്ദേശം എന്താണ്? അപ്പം പറയുന്നുണ്ട്, ജീവിതത്തിൽ ദുഃഖത്തോട് ഒട്ടിപ്പിടിക്കാതിരിക്കൽ, ഇനി ദുഃഖിക്കാതിരിക്കൽ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഇതേ ഉദ്ദേശത്തോടു കൂടിയാണോ നിങ്ങളുടെ ബുദ്ധഭിക്ഷു സംഘത്തിൽ ചേരുന്നത്? അതായത് മോക്ഷം പ്രാപിക്കുക, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമാണോ ഇപ്പം നിങ്ങളുടെ ബുദ്ധഭിക്ഷു സംഘത്തിൽ ചേരുന്നത്? അദ്ദേഹം അല്ല. അദ്ദേഹം പറയുന്ന ചിലർ ഉപജീവനത്തിന് വേണ്ടി ചേരുന്നു. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനം ഉപായം എന്ന രീതിയിൽ ചേരുന്നു. പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ നിരാശകളെ മറികടക്കാൻ വേണ്ടി ചേരുന്നു. അതായത് എല്ലാ ഭിക്ഷുക്കളും ഈ മോക്ഷാർത്ഥികളല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പല ആളുകൾ പല വേഷങ്ങളിൽ ഇതൊക്കെ ഒരു സാധ്യതയായി കണ്ട് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തുന്നുണ്ടായിരിക്കാം. യഥാർത്ഥ സാധകന്മാർ ചെയ്യേണ്ടത് എന്താണ്? അത് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലിരുന്നു കൊണ്ട് തന്നെ മോക്ഷം നേടാനുള്ള ശ്രമം നടത്തണമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവിടെ കാവ്യം എടുക്കണമെന്നില്ല, അല്ല മറ്റ് വേഷങ്ങൾ ധരിക്കണമെന്നില്ല. ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ശിഷ്യന്മാരെടുത്ത് നോക്കിക്കോളൂ. ചട്ടമ്പി സ്വാമിയുടെ ആദ്യത്തെ ശിഷ്യൻ ഹരിഹര ശർമാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാഹ്മണനാണ്. പിന്നെ ആത്മയോഗിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. പിന്നെ വൈക്കം ശിവസുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആദ്യകാല ശിഷ്യന്മാരൊന്നും അദ്ദേഹത്തിൻ്റെ സന്യാസ പരമ്പര എന്ന് പറഞ്ഞ ഒരു സങ്കല്പം പോലും ചട്ടമ്പി സ്വാമിയുടെ തലയിൽ നിന്ന് വന്നൊരു കാര്യമല്ല. കാര്യം തീർത്ഥപാദർ ഒരു ചട്ടമ്പി സ്വാമിയുടെ പേരല്ല, തീർത്ഥപാദർ എന്ന പേരിട്ട ചട്ടമ്പി സ്വാമിയല്ല. തീർത്ഥപാദ സമ്പ്രദായത്തിൻ്റെ കുലുകുരു ആയിട്ടുള്ള സങ്കല്പത്തിലാണ് ചട്ടമ്പി സ്വാമി. ഇതിന് ഒരു കൃത്യമായ ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്ന തീർത്ഥപാദ പരമഹംസ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്ന രീതി നല്ലതിന് വേണ്ടി തന്നെ ചെയ്തതാണ് തീർത്ഥപാദ പരമഹംസർ. അപ്പോൾ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രചരണത്തിന് വേണ്ടി കുറച്ച് ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മറ്റുള്ളവരെ തട്ടി പ്രതിധ്വനിച്ച് സമൂഹത്തിലെത്തും. അപ്പം അങ്ങനെ ഒരു പ്രചരണ സംസ്കാരമോ ആൾക്കൂട്ടമോ ഒന്നും ചട്ടമ്പി സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവധൂതൻ്റെ വഴിയായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ സ്വീകരിച്ചത്. അപ്പോൾ ആ പ്രസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ, രണ്ട് ബുദ്ധന്മാർ ഒരിക്കലും ഒരു കാലത്ത് വാഴത്തില്ല. ഒരുപാട് സന്യാസിമാരുണ്ടെങ്കിൽ, ഒരുപാട് പ്രഗത്ഭന്മാരായ സന്യാസിമാരുണ്ടെങ്കിൽ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് തന്നെ ബുദ്ധമതത്തിലും ജൈനമതത്തിലും പിൻകാലത്ത് നമ്മുടെ സന്യാസ പരമ്പരകളിലെല്ലാം സംഭവിച്ചത് അത് തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ പിന്തുടരുക. ഇസ്ലാം മതവും ക്രിസ്തു മതവും ചെയ്യുന്നതാണ്. അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. നമ്മുടെ വേദത്തിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്ന് ചട്ടമ്പി സ്വാമികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈശ്വരീയമാണ് അല്ലെങ്കിൽ അപൗരുഷയമാണെന്ന് പറയുമ്പം ഇത് ഋഷിമാരെഴുതിയതാണ്. ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം ആ കാലഘട്ടത്തിൽ ഉണ്ടാകപ്പെടുന്ന ജ്ഞാനത്തിലൊക്കെ പ്രതിഫലിക്കും. അപ്പം കാലാന്തരത്തിൽ മാറ്റം വരുമ്പോൾ അത് കൃത്യമായി കറക്റ്റ് ചെയ്യുന്നവരാണ് ജൈവ ചിന്തകന്മാരും ജൈവ ബുദ്ധിജീവികളും. ഇപ്പം ഒരു സിസ്റ്റത്തെ നമുക്ക് ഫോളോ, 8-ാം നൂറ്റാണ്ടിലെ ഒരു സിസ്റ്റത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല 21-ാം നൂറ്റാണ്ടിൽ. അത് കൃത്യമായി കറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, സൂക്ഷ്മമായിട്ട് സമൂഹത്തെ നിരീക്ഷിക്കുന്ന ജ്ഞാനികളെ കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെടും. ഒരു തർക്കവുമുണ്ട്. നമ്മളിപ്പം 100 വർഷം മുമ്പുണ്ടായ ഒരു പ്രസ്ഥാനത്തിന് ജീർണത സ്വാഭാവികമാണ്. കാരണം
നമ്മൾ വിചാരിക്കുന്നത് വളരുന്നു എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? സത്യം പറഞ്ഞാൽ വളരുകയല്ല, ജീർണിക്കില്ലേ നമ്മൾ. ഇപ്പം നമ്മുടെ ഒരു സങ്കല്പമില്ലേ വളർച്ചയെന്ന് പറയുന്നത്. നമ്മൾ എങ്ങോട്ടാണ് വളർന്നു പോകുന്നത്? നമ്മൾ ജീർണതയിലേക്കാണ് വളർന്നു പോകുന്നത്. അത് പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവും. പക്ഷേ അത് കറക്റ്റ് ചെയ്യാനുള്ള ആളുകളെ കൃത്യമായ ഒരു പരമ്പരയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇത് പിൻകാലത്ത് കലിയുഗമായതുകൊണ്ടും ഈ പറയുന്ന കാലം കലുഷിതമായി തീരുന്നു എന്നുള്ളത് കൊണ്ടും അതിൻ്റെ പുറകെ പോയിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ 1914 ഒരു നായർ സമ്മേളനം നടന്നു കൊല്ലത്ത്. അപ്പോൾ ആ സമയത്ത് ചട്ടമ്പി സ്വാമി കൊല്ലത്ത് അമ്പലപ്പുഴ കൃഷ്ണപിള്ളയുടെ വീട്ടിലിരിപ്പുണ്ട്. കാര്യം അദ്ദേഹം അവിടുത്തെ തഹസീൽദാരാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ പ്രമുഖന്മാർ ചെന്നിട്ട് പറഞ്ഞു, സ്വാമി ഈ നായർ സമുദായത്തിൻ്റെ സാരഥ്യം ഏറ്റെടുക്കണം, വേറെ രക്ഷയൊന്നുമില്ല, അല്ലെങ്കിൽ നശിച്ച് നാമാവശേഷമായി തീരുന്നു. അപ്പോൾ സ്വാമി താഴെ ഇരിക്കുമായിരുന്നു പായിൽ. അപ്പോൾ സ്വാമി പറഞ്ഞ തറയിരുന്നാൽ താഴോട്ട് വീഴത്തില്ലല്ലോ. സ്വാമി തറ അടിച്ചിട്ടാണ് പറഞ്ഞത്, ഞാനിവിടെ ഇരുന്നോളാം. കാര്യം എന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ പേടിക്കണ്ട, ഈ താഴെ വീഴുമല്ലോ എന്നുള്ള ഭയം വരേണ്ടത്. അപ്പം തറയിരിക്കുക, നിങ്ങൾ അതിൻ്റെ കാര്യമില്ലല്ലോ. എന്നിട്ടാ പറഞ്ഞ എനിക്ക് ആരുടെയും ആചാര്യനാവണ്ട, എല്ലാവരുടെയും ദാസനായാൽ മതി എന്ന് പറഞ്ഞു. ഇത് എല്ലാ നമ്മൾ ഈ കെട്ടിയുയർത്തപ്പെട്ട എല്ലാ സന്യാസ പാരമ്പര്യങ്ങൾക്കും മറ്റു സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്കൊരു ആൾക്കൂട്ടത്തെ ഒരുമിച്ച് നന്നാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പുവശം ഇല്ല. ഇവിടെയാണ് ചട്ടമ്പി സ്വാമിയുടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി ഉള്ളത്. സ്വാമി ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് പറഞ്ഞു കൊടുത്തിരുന്നുള്ളൂ. ഇപ്പം എല്ലാ ആളുകളെയും മോക്ഷം പ്രാപിപ്പിക്കാം, എല്ലാ ആളുകളെയും, ചില ആളുകളുണ്ട് ഈ ചില സന്യാസിമാരും മറ്റ് ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വേദാന്തം മാത്രമേ വേദാന്തത്തിൻ്റെ ഒരു ഭാഷയായിരിക്കും. പിന്നെ അപ്പോൾ സ്വാമി ഇതിനെക്കുറിച്ച് രസകരമായ 2 പരാമർശമുണ്ട്. ഈ ഭയങ്കര വേദാന്തത്തിൻ്റെ ലഹരിയുള്ളവരെ കുറിച്ച് ചട്ടമ്പി സ്വാമി പറയുന്ന മുറുകിയ പരുവത്തിലുള്ള ഈയം എന്നാണ് സ്വാമിയുടെ പ്രയോഗങ്ങളാണ്. മുറുകിയ പരുവത്തിലുള്ള ഈയം. പിന്നെ അത്ര വേദാന്തത്തിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരെ പറയുന്ന അയഞ്ഞ പരുവത്തിലുള്ള ഈയം. അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ ഭാഷയിൽ സ്വാമി ഓരോ ആളെ കൈകാര്യം ചെയ്തിരുന്നു. കാര്യം സ്വാമിക്കറിയാം ഇയാൾ എവിടം വരെ പോകും. ഒരാളെ കാണുമ്പോഴും അത് 2 ശിഷ്യന്മാരെ പ്രധാനമായിട്ട് സ്വാമികൾ സ്വീകരിച്ചിരുന്നുള്ളൂ എന്ന് ഓർക്കണം. ഇത്രയും ശിഷ്യഗണങ്ങളുണ്ടായിട്ട് എല്ലാ മേഖലയും പെട്ട ആളുകൾ സന്യാസത്തിന് വേണ്ടി സ്വാമി എടുത്തു വരുമ്പം അവർ സ്വാമി പറയുന്നത്, ഒരിക്കൽ ചെമ്പിൽ NP പണിക്കർ എഴുതിയ ലേഖനത്തിൽ ഒരു പറയുന്നുണ്ട്, ഒരു വലിയൊരു ആൾ വന്നിട്ട് പല ആശ്രമങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം വന്നിട്ട് സ്വാമി എടുത്തു പറഞ്ഞു, സ്വാമി എനിക്ക് മോക്ഷത്തിനുള്ള എന്തെങ്കിലും ഉപദേശം തരണം, ഞാനതിനു വേണ്ടി നടത്തി. അപ്പോൾ സ്വാമി ചോദിക്കുന്നത്, വീട്ടിൽ അമ്മയുണ്ടോ എന്ന് ചോദിക്കും. അമ്മയുണ്ട്. ആ അമ്മയെ പരിഹരിച്ചാൽ മതി, മോക്ഷം കിട്ടും. അപ്പം ഓരോരുത്തരെന്താണെന്ന് മനസ്സിലാക്കി ആരെയും പിടിച്ചു വലിച്ച് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വഭാവം. അവിടെ KG ഗോപാലപിള്ള, ഡോക്ടർ KG ഗോപാലപിള്ള എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായിട്ടുള്ള സ്വാമിയുടെ ഗൃഹസ്ഥ ശിഷ്യൻ ഇങ്ങനെ ചട്ടമ്പി സ്വാമിയോട് ഒരിക്കലൊരു അനുവാദം ചോദിക്കുന്നുണ്ട്. കാര്യം ഞാനൊരു ഒഴിഞ്ഞ ഗുഹ കണ്ടെത്തിയിരിക്കുന്നു, അപ്പോൾ ഞാൻ ആ സന്യാസത്തിന് പോകട്ടെ എന്നൊരു അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ സ്വാമി അതിന് മറുപടി എഴുതുന്നുണ്ട്, കത്ത. ഒഴിഞ്ഞ ഗുഹ ഒന്നേ ഉള്ളൂ, അതിൽ ദൂരമെന്നോ അടുപ്പമെന്നോ നല്ലതെന്നോ ചീത്തയെന്നോ സ്ഥലമെന്നോ കാലമെന്നോ ഇല്ല. മനസ്സ്, ഞാൻ, നീ എന്നുള്ള ഭേദമൊന്നുമില്ല. ഇതാദ്യം കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു ഗുഹയിൽ പോയി അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ ഗുണം കണ്ടറിഞ്ഞുള്ള വിദ്യാഭ്യാസം. ഒരാൾ വരുമ്പോൾ അയാളുടെ സംസ്കാരം മനസ്സിലാക്കിയുള്ള വിദ്യാഭ്യാസം. ഒരു ജാതി ബ്രാഹ്മണൻ എന്നാണ് നീലകണ്ഠ തീർത്ഥപാദരുടെ ജീവചരിത്രത്തിലുള്ളത്. ഒരു ജാതി ബ്രാഹ്മണൻ ചട്ടമ്പി സ്വാമി എടുത്തു വന്ന് ഇങ്ങനെ എനിക്ക് ഉപദേശം തരണമെന്ന് പറയുമ്പോൾ സ്വാമി പറയുന്നത്, ആ ജാതി ബ്രാഹ്മണർക്ക് ഒഴിച്ചേ എനിക്ക് ഉപദേശമുള്ളൂ.
ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി പിന്നെ വേറൊരാൾ വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഈ ജാതിയെക്കുറിച്ച് പറയുമ്പം സ്വാമി പറയുന്നത് പരസ്പരം തൊട്ടു കൂടാത്തവർ എല്ലാ ജാതികളിലും ഉണ്ടല്ലോ. അത് വളരെ ശരിയാണ്. പുലയ സമുദായത്തിൽ തന്നെ 16 തരം ജാതികളുണ്ട്. ഇല്ലങ്ങളെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അവർക്കുണ്ട്. ഇതേ ജാതി വ്യവസ്ഥ എവിടെയുണ്ടെന്നുള്ള. അപ്പോൾ ഈ ജാതി എന്ന് പറയുന്നതിനെ നമ്മൾ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ അതിന് പ്രാമുഖ്യം നൽകിയാണ് സ്വാമി ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ നൽകിയിരുന്നത്. തീർത്ഥപാദർ, നീലകണ്ഠ തീർത്ഥപാദർ ആദ്യമായിട്ട് സ്വാമിയെ കാണാൻ വരുമ്പോൾ അതിനു മുമ്പ് 2 ഗുരുക്കന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്നൊരു ശങ്കരഗുരു എന്ന് പറയാം, പിന്നെ മറ്റേതിൻ്റെ ഒരു ഘടകോപാചാര്യർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഈ 2 ഗുരുക്കന്മാരും കഴിഞ്ഞ് 3ാമത്തെ ഗുരുവിലേക്കാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ ഗുരുക്കന്മാരെ തേടി കിടക്കുന്നവർക്ക് പണ്ടൊരു തമാശക്കൊരു പേരുണ്ട്, തീർത്ഥകാകൻ എന്ന് വിളിക്കുമായിരുന്നു. ഈ തീർത്ഥം ഉള്ളിടത്തല്ലേ കാക്ക പറന്ന് നടക്കുന്നതുകൊണ്ട് അതിങ്ങനെ രസകരമായ പ്രയോഗങ്ങളൊക്കെ പണ്ടുണ്ട്. അപ്പോൾ ഈ തീർത്ഥകാകനായിട്ട് അത് സ്വാഭാവികമായിട്ടും അന്ന് ഈ ഗുരുക്കന്മാരും ഇങ്ങനെയുള്ളതായിട്ടുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഇവർക്കിടയിലും മത്സരങ്ങളുണ്ട്. ഇപ്പം വലിയ മിടുക്കന്മാരായ ശിഷ്യന്മാരെ ചില ആളുകൾ തട്ടിയെടുക്കുകയും മറ്റു ചിലരെ ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പം ഇദ്ദേഹം അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമി അടുത്ത് ഓരോ ആളുകൾ വരുന്നത് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പം തന്നെ കുമ്പളത്ത് ശങ്കപ്പിള്ള ആദ്യമായിട്ട് ചട്ടമ്പിസ്വാമിയെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 24ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എന്താണ് കേൾക്കുന്നത്? പ്രാക്കുളത്തൊരു സ്വാമി വന്നിരിക്കുന്നത് ചട്ടമ്പിയാണ്. ഇദ്ദേഹം ഗുസ്തിയായിട്ട് നടക്കുകയാണ്. ഇദ്ദേഹത്തിനോട് വല്ലാടം മൈദീൻ കുഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തുമുണ്ട്, പന്മനയുടെ അദ്ദേഹം. അപ്പം ചട്ടമ്പിയോ? പുള്ളി നെടുമങ്ങാടം കളരിയിൽ നിന്ന് വലിയ ഗുസ്തിയൊക്കെ പഠിച്ച ആളാണ്. അല്ല, സംഭവം ശരിയാണ്. അതുമാത്രമല്ല, അന്നെന്ന് പറഞ്ഞാൽ പ്രാക്കുളത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കൊരു ഭൂതബാധ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ കെട്ടുള്ളത്തിൽ കയറി വയ്ക്കാൻ പോകുന്ന ആളായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് വീട്ടിൽ കയറി നിന്ന് അദ്ദേഹം സംസ്കൃതവും മന്ത്രവും ഒക്കെ ജപിക്കാൻ തുടങ്ങി. അതുകൊണ്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. എന്നിട്ട് അദ്ദേഹം ചികിത്സ അങ്ങ് തുടങ്ങുകയാണ് എന്തൊക്കെയോ. അപ്പോൾ ഇതറിഞ്ഞ് പ്രാക്കുളത്ത് മുഴുവൻ ആളുകൾ കൂടി. അപ്പോൾ ഇതറിഞ്ഞിട്ടാണ് ഈ കുമ്പളം ശങ്കപ്പിള്ളയും വല്ലാടം മൈദീൻ കുഞ്ഞൂടെ ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് പ്രാക്കുളത്ത് ചെല്ലുന്നത്. അപ്പം ചെല്ലുമ്പോഴാണ് ഒരാൾ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിലൊരു സ്വാമി വന്നിരിക്കുന്നത്, ചട്ടമ്പി സ്വാമി എന്നാ പേര്. അപ്പോൾ ഇതുകൂടെ കേട്ടു, ഇന്ന് ഗുസ്തിക്കാരനാണെന്ന് കേട്ടപ്പോഴത്തേക്ക് അവർ ഭയങ്കര താല്പര്യത്തിൽ പോയിട്ട് ആദ്യം സ്വാമി എടുത്ത് ചോദിക്കുന്നത് ഈ ഗുസ്തിയെക്കുറിച്ചാണ്. അപ്പോൾ സ്വാമി വളരെ കൃത്യമായിട്ട് ഗുസ്തി എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. സ്വാമി വേറെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഭയങ്കര താല്പര്യമായി അവർക്ക്. മനസ്സിലായോ? കാര്യം അതാണ് ഈ സ്വാമിയുടെ ഒരു രീതി. അതാണ് ഇപ്പം ഞാൻ ഈ അപൂർവ ചികിത്സാവിധി എന്ന് പറയുന്ന പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ 1 മാസമായിട്ട് വിളിയോട് വിളി ആളുകളുടെ. അപ്പോൾ എനിക്കിത് മനസ്സിലാവുന്നത് ഇത്ര പെട്ടെന്ന് 3 പതിപ്പ് വന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചട്ടമ്പി സ്വാമിയുടെ ഒരു പുസ്തകത്തിനും ഇത്രയും പെട്ടെന്ന് 3 പതിപ്പ് വന്നിട്ടില്ല. ഒരു വർഷം കൊണ്ട് 3 പതിപ്പ് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ എന്താണ് ഇത്രയും പതിപ്പ് വരും? ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അപൂർവ ചികിത്സാവിധി കൊണ്ട് ആൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ചാവാതിരിക്കാനുള്ള എന്തെങ്കിലും പണി ഇതിനകത്തുണ്ടോ? അതാണ് ഇത്ര പതിപ്പ് വിറ്റു പോകുന്നത് ഞാൻ പറഞ്ഞു. അല്ല, വേറെ പുസ്തകമൊന്നും പോകുന്നില്ലല്ലോ, എല്ലാം ഇവിടെ ഇരിക്കുമല്ലോ. അപൂർവ ചികിത്സാവിധി. അപ്പോൾ സ്വാമി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അസുഖം വരാതിരിക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള വിദ്യ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇന്നലെ ഒരു പുള്ളി വിളിച്ച് ചോദിച്ചു, അത് പുസ്തകം കിട്ടുമോ? ഞാൻ പറഞ്ഞ പുസ്തകം ഇപ്പോൾ ഇല്ല, നിങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കത്തെഴുതി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇറക്കും എന്ന് പറഞ്ഞു. അതേപോലെയാണ് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ സ്വാമി നിൽക്കത്തുള്ളൂ. അപ്പോൾ അതേപോലെ ഈ പറഞ്ഞ കുമ്പളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. മൊത്തം ഗുസ്തിയെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ വേദാന്തപരമായ ഒരു കാര്യങ്ങളും കുമ്പളത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് കുമ്പളത്തിൻ്റെ ആത്മാവതയെ കുമ്പളം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യം എനിക്ക് ആത്മീയ ഉപദേശങ്ങളൊന്നും സ്വാമി തന്നിട്ടില്ല. പിന്നെ ഒറ്റമൂലി ചികിത്സാവിധികൾ, ഈ പറഞ്ഞ ഒറ്റമൂലി ചികിത്സകൾ പറഞ്ഞു കൊടുത്തിട്ട് കുമ്പളത്തിനടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് രഹസ്യമായിട്ട് വെക്കാനല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും കുഴപ്പം വരുവാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാനൊക്കെ പറ്റുന്ന മരുന്നുകളാണെന്ന് വരും സ്വാമി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നീലകണ്ഠപ്പിള്ള, കൊച്ചു നീലകണ്ഠപ്പിള്ള എന്ന് പറയുന്നിട്ടുള്ള 20 വയസ്സുള്ള യുവാവ് ചട്ടമ്പി സ്വാമിയെ കാണുമ്പം വിഷവൈദ്യവുമായിട്ടുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ സ്വാമി അവിടെ കുമ്പളത്തിൻ്റെ അടുത്ത് പോലല്ല പെരുമാറി, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിലും വിഷവൈദ്യനാണ്. അവർ കുടുംബപരമായിട്ട് ഈ പറഞ്ഞ രീതി കൊച്ചു നീലകണ്ഠപ്പിള്ള വിഷവൈദ്യന്മാരാണ്.
ഇതിനേക്കാൾ വലിയൊരു വിഷമുണ്ടല്ലോ, അതാദ്യം മനസ്സിലാക്കി കൊച്ചിയിലെ പിള്ളേ എന്നാണ് പറയുന്നത്, സംസാര വിഷം. അപ്പോൾ അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ പറയുന്നത്. അല്ലെങ്കിൽ വിഷവൈദ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൂടായോ എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് പിൻകാലത്ത് ഈ പറയുന്ന നീലകണ്ഠ തീർത്ഥപാദരോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൊച്ചി നീലകണ്ഠ പിള്ള എന്ന നീലകണ്ഠ തീർത്ഥപാദരോട് പറയുന്നുണ്ട്, ഈ അങ്ങനെ ഈ പാമ്പുകളെ ഒന്നും വരുത്തി വെറുതെ ദോഷം ഉണ്ടാക്കി വെക്കരുത്, അതങ്ങ് വിട്ടു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പുറകെ പോകണ്ട, അത് കൂടുതലൊക്കെ ജന്മാന്തര ദോഷങ്ങളുണ്ടാകും. കാര്യം നമുക്ക് ദോഷം, അത് സ്വാമി അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത്. കാര്യം നമുക്ക് വരുന്ന അസുഖങ്ങൾ നമ്മുടെ പാപാധിക്യം കൊണ്ട് വരുന്നതാണ്. നമുക്ക് വരുന്ന ഏത് മാരകരോഗമായാലും നമ്മളോ നമ്മുടെ മുൻഗാമികളോ ചെയ്തിട്ടുള്ള ജനറ്റിക്കലായിട്ട് വരുന്ന അസുഖങ്ങളെ നീ ഇങ്ങനെ പിടിച്ച് മാറ്റാനുള്ള ശ്രമം നടത്തരുത്. അവരനുഭവിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതിനുവേണ്ടി വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ആ വഴി അതങ്ങ് പോട്ടെ എന്ന് പിന്നെ അദ്ദേഹം ചികിത്സ നിർത്തുകയും ചെയ്തു. അത് വേറെ. ഇതേ രീതി തന്നെയാണ് തീർത്ഥപാദ പരമംസർക്കും അദ്ദേഹം ഉപദേശം കൊടുക്കുന്നത്. അപ്പോൾ സ്വാമിക്ക് 2 പ്രധാനപ്പെട്ട സന്യാസി ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ 2 പേരെയും സ്വാമി തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം മറ്റ് ഒരുപാട് ശിഷ്യന്മാർ, കാര്യം സ്വാമിയുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ പറയുന്ന കണക്ക് പ്രഭാഷണ വേദിയിലോ പ്രസംഗം താണപടിയിലുള്ളതാണെന്നാണ് ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുള്ളത്. കാര്യം എന്ന് പറയുന്നത് നീലകണ്ഠ തീർത്ഥപാദർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതുക. ശങ്കരാചാര്യർക്ക് ശേഷം ഇത്രയും പുസ്തകം എഴുതിയ ആളുണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. സത്യം നീലകണ്ഠ തീർത്ഥപാദർ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരാളാട്ടോ. ആ കാലഘട്ടത്തിൽ ഇത്രത്തോളം ഗ്രന്ഥങ്ങൾ, ഇത്രത്തോളം വ്യാഖ്യാനങ്ങൾ, ഇത്രത്തോളം പരിഭാഷകൾ എഴുതിയ ഒരു വിഖ്യാത യോഗി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം 48ാമത്തെ വയസ്സിൽ സമാധിയായി. അപ്പം നീലകണ്ഠ തീർത്ഥപാദർ എഴുതിയ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ എഴുതുന്നത് കണ്ടിട്ട് ഒരു പ്രധാനപ്പെട്ട മറ്റൊരാൾ, അദ്ദേഹത്തിന് കൃഷ്ണാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്യാസി കത്തയക്കുന്നുണ്ട്. കാര്യം നിങ്ങളിങ്ങനെ ഈ പുസ്തകം എഴുതി നടക്കരുത് എന്നും പറഞ്ഞിട്ട്, ആവശ്യമില്ല എന്നും പറഞ്ഞ് ഇച്ചിരി പരിഹസിച്ചുകൊണ്ടാണ്. അപ്പം ഇതറിഞ്ഞിട്ട് ചട്ടമ്പി സ്വാമി പറയുന്നത് നീ ഒരു മറുപടി എഴുതാൻ പറഞ്ഞിട്ട് അങ്ങോട്ടൊരു മറുപടി എഴുതിപ്പിക്കുന്നുണ്ട്. മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്ന സംഭവമാണ്. ചിലർക്ക് ഗ്രന്ഥകരണഭ്രമം പോലെ ചിലർക്ക് പ്രസംഗകരണഭ്രമമുണ്ട്. കാര്യം ഇദ്ദേഹം ഭയങ്കര പ്രസംഗത്തിൻ്റെ ആളായിരുന്നു, ഈ രാമകൃഷ്ണാനന്ദ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സ്വാമിക്ക് ഇങ്ങനെ ഈ പ്രസംഗിക്കുന്നതിനോട് അല്ലെങ്കിൽ പ്രഭാഷണ വേദികളോട് ഒന്നും താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമേ പ്രസംഗവേദി കയറിയിട്ടുള്ളൂ. അത് സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി ഉള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് 1906 അത് എറണാകുളം വനിതാ സമാജത്തിലാണ്. അതാണ് പുസ്തകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട എന്താണ് സ്ത്രീ പുരുഷ അപ്പം ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്ത്രീ പുരുഷ സമത്വം എന്ന പേര് ആർക്കൈവ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വളരെ വലിയ ചിന്തകളാണ്. ഇത് നമ്മളിവിടുത്തെ സ്ത്രീ സമത്വവാദം ഉണ്ടാകുന്നതിന് ഏതാണ്ട് 30 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു പ്രസംഗവും ഇതിനെ തുടർന്ന് ഒരു പുസ്തകവും വരുന്നതെന്നും കൂടെ ഓർക്കണം. ഇതിന് ശേഷം ഈ ചട്ടമ്പി സ്വാമിയുടെ മറ്റൊരു ഗൃഹസ്ഥ ശിഷ്യയുള്ള ഭാഗീരഥി അമ്മയാണ് 1936 റെഡ്ഡിയാർ പ്രസിൻ്റെ വാർഷിക പതിപ്പിൽ മലയാളത്തിൽ ആദ്യമായിട്ട് പാശ്ചാത്യ വനിതാ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ച് ലേഖനം എഴുതുന്നുള്ളതും കൗതുകരമായ കാര്യമാണ്. ഇപ്പോൾ സ്വാമിയുടെ ചിന്താധാര എത്രത്തോളം വലുതായി വരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം വേരുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് കാണണമെന്നില്ല. നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചൊക്കെ സംവാദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ സ്വാമി അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. അതേ രീതി ശ്രീനാരായണ ഗുരുദേവനും ഒന്നും മിണ്ടിയിട്ടില്ല അതിനെക്കുറിച്ച്. കാര്യം ആ ഗുരുശിഷ്യ ബന്ധത്തെ മറ്റു തരത്തിലേക്കാണ് സമൂഹം കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് ഈ 2 സ്വാമിമാരും മുന്നോട്ട് പോയത്. ഇപ്പോൾ ഒരാൾ ഈ വേദാധികാര പ്രതിഷ്ഠാപനമാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ആ സമയത്ത് ഒരുപാട് ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതുപോലെ 1881 വേദാധികാര പ്രതിഷ്ഠാപനമാണ് നടത്തിയത്. ഇപ്പോഴും ഈ എന്തൊക്കെ ആശയങ്ങൾ പകരുന്നവരെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല. എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ ആരാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചരിത്രപരമായ ഗവേഷണങ്ങളൊന്നും ഇപ്പോഴും നടക്കുന്നില്ല. പക്ഷെ ആരാണ് ഈ സംഭവങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം നമുക്കൊരാശയം എടുത്ത് ഞാൻ ഇപ്പം ഒരു വിഷയം പ്രസംഗിക്കുന്നു, പക്ഷേ എനിക്ക് ഈ ഒരു ആശയം കിട്ടുന്ന മറ്റൊരാളിൽ നിന്നായിരിക്കാം. അവിടെ ആ ബീജം അദൃഷ്ടമായിരിക്കും.
വേദത്തെ തന്നെ നമ്മൾ പറയുന്നത് മറയെന്നാണല്ലോ പറയുന്നത് അല്ലേ? നാൽമറ കാതൽ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പരാമർശങ്ങൾ. മറഞ്ഞു കിടക്കും ആ വേദം, അറിവ് എപ്പോഴും മറഞ്ഞു കിടക്കുന്നതായിരിക്കും. അത് തന്നെ മാതൃത്വത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കുലം എന്നുള്ള സങ്കല്പം കാണാവുന്നത് മാതാവിനെയാണ്. പിന്നെ പിതാവ് എപ്പോഴും ഈ അധിഷ്ഠമാണ്. ഇപ്പം നമ്മളൊരു മരം ഒരിടത്ത് നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മരം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പമുള്ളത്. ആ മരം എങ്ങനെ വന്നു, ബീജം ഇവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിനെയാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ ഉപയോഗിച്ചിട്ട് ഈശ്വരൻ ദൈവം എന്ന് പറഞ്ഞ ഏകദൈവ സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ഇത് വെച്ചിട്ട്. എപ്പോഴും ഭാരതീയ സങ്കല്പം മാതൃത്വത്തിനും കുലത്തിനുമാണ് പ്രാധാന്യം. കുലസമ്പ്രദായം എന്ന് പറയുന്നത്, ദേവീ സമ്പ്രദായം എന്ന് പറയുന്നത് മാതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭാരതത്തിൽ ഈ മരുമക്കത്തായത്തിനൊക്കെ പ്രാധാന്യം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ശ്രീചക്ര പൂജയൊക്കെ നമ്മൾ ആ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴും ചട്ടമ്പിസ്വാമിയുടെ എന്തുകൊണ്ട് ശ്രീചക്ര പൂജയ്ക്ക് പ്രാധാന്യം നൽകിയെന്നൊക്കെ നമ്മൾ പഠിക്കുമ്പം നമുക്ക് അത്ഭുതം തോന്നും. അതിന് സ്വാമി അതിനെ വെച്ചിട്ട് പിന്നെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് ശ്രീചക്ര പൂജാകൽപ്പം തുടങ്ങിയ ദേവിക്ക് പ്രാധാന്യം നൽകി, ബാലാസുബ്രഹ്മണ്യ മന്ത്രം, അങ്ങനെയൊക്കെ സ്വാമി എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം കൊടുത്തത് മനസ്സിലാക്കുന്നത്. ഒരു പുരുഷ സങ്കല്പം എന്ന് പറയുന്ന ഏകദൈവ സങ്കല്പം, അവൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ദൈവം സ്ത്രീയായില്ല എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് സങ്കല്പമല്ലോ ദേവീ സങ്കല്പം. സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാര്യം സിംഹം ആണ് ഏറ്റവും കാട്ടിലെ രാജാവാണ്. ഇവരുടെ പുറത്തൊരു സ്ത്രീ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശക്തി, കായിക ശക്തി, ബുദ്ധിശക്തി. അപ്പോൾ നമുക്ക് ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സങ്കല്പം, ദേവീ സങ്കല്പമാണ്. അപ്പോൾ ഒരു പുരുഷനും സിംഹത്തിൻ്റെ പുറത്തിരുന്ന് നമ്മൾ കാണുന്നില്ല, പക്ഷെ ഒരു സ്ത്രീ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നു. അത് അത്രത്തോളം പ്രാധാന്യം. അല്ലെന്ന് പറഞ്ഞാൽ പ്രകൃതി അല്ലെങ്കിൽ സ്ത്രീ ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ചട്ടമ്പിസ്വാമി ഇത്തരത്തിലുള്ള ജ്ഞാനത്തെ നിഷേധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ യുക്തി. കാര്യം പ്രപഞ്ചത്തെ ബ്രഹ്മസ്വരൂപമായിട്ട് മനസ്സിലാക്കി അതിനെ സമാരാധിക്കണം എന്നാണ് സ്വാമി പറഞ്ഞത്. ഒന്ന് പ്രപഞ്ചത്തെ ബ്രഹ്മസ്വരൂപമായിട്ട് മനസ്സിലാക്കണം, അതിനെ തള്ളിക്കളയരുത്. ഉദാഹരണത്തിന് തീർത്ഥപാദ പരമഹംസർ വീട്ടിനകത്ത് കയറിയിരിക്കും ഒരു ഘട്ടത്തിൽ. അതെല്ലാവർക്കും അങ്ങനെ ഉള്ള ഒരു സമയം ഉണ്ടാവും. കുറച്ച് കാലം ഏത് മനുഷ്യനും ഉണ്ട് ഒരു വനവാസക്കാലം. മഹാഭാരതത്തിലെ കഥ നമ്മളെ അതാ പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു കുറച്ച് കാലം ഒരു വനവാസക്കാലമുണ്ട്. പുറത്തോട്ട് വരാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നളൻ്റെയൊക്കെ ജീവിതം പഠിക്കുമ്പോൾ നളൻ എത്രയോ വലിയ ആളായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ, ഏറ്റവും വലിയ വിരൂപനായിട്ട് മാറുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ട് ആൾ വളരെ നികൃഷ്ടമായ ജീവിതാവസ്ഥയിലേക്ക് പോകുന്നു. ഇത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ജീവിതം ഇത്. ഇപ്പം നമ്മൾ ഈ വലിപ്പം കാണിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ അവരുടെ ജീവിതത്തിലൊന്നും പരിശോധിച്ച് നോക്കിക്കോളൂ. അവർക്കൊരു ഇരുണ്ട കാലഘട്ടമുണ്ട്. ഒന്നും പുറത്തിറങ്ങാൻ പറ്റാതെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള സംഘർഷങ്ങൾ. അതിനെ റിക്കവർ ചെയ്യും. പാണ്ഡവന്മാർ തന്നെ 14 വർഷമാണ് പോയിരിക്കുന്നത്. അത് ശ്രീരാമൻ. നമ്മുടെ ദൈവസങ്കല്പങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുക. ആ പ്രതിസന്ധി ഘട്ടം തന്നെ തീർത്ഥപാദർക്കുണ്ടായ സമയത്ത് സ്വാമി പറയുന്നുണ്ട്. തീർത്ഥപാദരുടെ വീട്ടിൽ വന്നാണ് പറയുന്നത്, ഒളിയിൽ ഒളിച്ചിരിക്കുകയാണോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാം താനായിരിക്കെ ഇങ്ങനെ ഒളിയിൽ ഒളിച്ചിരിക്കുന്നത് വിചാരശീലന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഇത് മുഴുപ്രാന്തല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്നാണെങ്കിൽ പിന്നെന്താണ് ഒളിച്ചിരിക്കുന്നതും പുറത്തു നിന്നിരിക്കുന്നതും ഇങ്ങനെ സഭയിൽ സംസാരിക്കുന്നതും എന്ത് വ്യത്യാസം? അപ്പോൾ അതുകൊണ്ട് ഒളിച്ചിരിക്കുക എന്നുള്ളതില്ല. ഒരു ആത്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം, മോക്ഷാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്വൈതം ആയിട്ടുള്ളൊരു അവസ്ഥയിലേ നിൽക്കാവൂ. അങ്ങനെ ദ്വൈതാവസ്ഥ പാടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്ക് നിന്നെ കാണണം എന്നുള്ളതാണ്. അവിടെ സ്വാമി അത് പറയുന്നുണ്ട്. യവനിങ്ങനെ സമാധിയായിട്ട് എപ്പോഴും മുറിക്കകത്ത് കയറി സമാധിയാവാൻ വേണ്ടി ഇരിക്കുകയാണെന്ന രീതിയിൽ അമ്മ ഇങ്ങനെ ചട്ടമ്പിസ്വാമി എടുത്ത് പറയും. മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കും. സ്വാമി ഓടി അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ വിഷമിപ്പിക്കരുതെന്നാണ് പറയുന്നത്. നീലകണ്ഠ തീർത്ഥവാദരെക്കുറിച്ച് പറയുന്നത് ഇതാണ്, അമ്മ വളർത്തിയ മകനാണ് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ചട്ടമ്പിസ്വാമി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മയുടെ ആഭ്യന്തര ഗുണങ്ങളാണ് മക്കൾക്ക് കിട്ടുന്നതെന്നാണ്. വളരെ ശരിയല്ലേ?
ഒരു കുടുംബത്തിൽ വീട്ടമ്മ എങ്ങനെ ആയിരിക്കും? വീട് എന്ന് പറയുന്നത് വീട്ടമ്മയാണ്. വീട്ടമ്മ എങ്ങനെ ആയിരിക്കുമോ, വീട്ടമ്മയുടെ സംശുദ്ധിയും സമൃദ്ധിയും കുലാചാരവും പെരുമാറ്റവും കൊണ്ട് മാത്രമാണ് എല്ലാ കുടുംബങ്ങളും നന്നായി. നിങ്ങൾ നന്നായ ഏത് കുടുംബം എടുത്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ, നന്നായിരിക്കുന്ന ഐശ്വര്യസമൃദ്ധമായ കുടുംബത്തിൽ അമ്മ എന്ന് പറയുന്ന ആയിട്ടുള്ള സങ്കല്പം വളരെ ശരിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഉയർച്ച നമുക്ക് തോന്നിപ്പിക്കുന്ന, സമൂഹത്തിന് ബോധ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർ അമ്മമാരെ നോക്കിയാൽ മതി. അതിൽ പിതാവ് എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ്. നമ്മുടെ ശാസ്ത്രപ്രകാരം അത് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾക്ക് വലിയ പ്രാധാന്യം ചട്ടമ്പി സ്വാമികൾ കൊടുക്കുന്നത്. നമ്മുടെ ഈ വിദ്യാധരായ ഗുരുകുലത്തിൻ്റെ ഒരു പ്രസക്തി തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്നുമില്ല. അല്ലാതെ സന്യാസിമാരുടെ ആശ്രമങ്ങളോ മറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ. ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഗ്രാമസൗഹൃദശാല. ഇപ്പം നമ്മൾ പന്മന ആശ്രമത്തിൽ മഹാഗുരു വർഷവുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടമ്പി സ്വാമിയുടെ 100ാം സമാധി വർഷത്തിലേക്ക് കടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുകയും വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും പണ്ഡിത സഭകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ചട്ടമ്പി സ്വാമികൾ ഏത് വിദ്യാഭ്യാസ പദ്ധതിയാണോ മുന്നോട്ട് വെച്ചത്, ഇതിന് ഒരു പുതിയ മാതൃക എന്ന രീതിയിലാണ് ഗ്രാമസൗഹൃദശാല നമ്മൾ ആരംഭിച്ചത്. പക്ഷേ പന്മനയുടെ ചില പ്രത്യേക സ്വഭാവവിശേഷതകൾ കൃത്യമായിട്ട് ജയൻ മാഷിനും പിന്നെ ഇവിടെ ഇരിക്കുന്നവർക്കും അമരാജസാറിനൊക്കെ അറിയാവുന്നതുകൊണ്ടും അത് മുന്നോട്ട് ഇപ്പം ആ രീതി പോയിട്ടില്ല. പക്ഷേ അതിപ്പോഴും നിലവിൽ സങ്കല്പമുണ്ട്. പക്ഷേ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കുറേയൊക്കെ നടത്തുകയും ചെയ്തു. ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് കുറച്ച് പേര് പോവുകയും അവിടെ പോയെന്ന് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ സംസാരിക്കുകയും പിന്നുള്ള ഓരോ വിഷയങ്ങളിലും പ്രാമുഖ്യം നേടിയ ആളുകളെ വീട്ടിൽ പോയി സന്ദർശിച്ച് ചട്ടമ്പി സ്വാമിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും, അങ്ങനെ ചട്ടമ്പി സ്വാമി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ ആവിഷ്കരണം എന്ന രീതിയിലാണ് നടത്തിയത്. അല്ലാതെ ഒരു വലിയൊരാൾക്കൂട്ടം ഇവിടെ തന്നെ, ഇത് തന്നെ അധികമാണ് സത്യം പറഞ്ഞാൽ. അതല്ല കാര്യം, ആൾക്കൂട്ടമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് സാധകന്മാരെയാണ് വേണ്ടത്, ജീവിത സാധകന്മാരെയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയാണ് സ്വാമികൾ സമൂഹത്തെ മാറ്റാൻ ശ്രമിച്ചത്. 2 സ്വാമിമാർ ഒരുമിച്ച് നടന്നൊരു ചരിത്രമുണ്ടോ? നിങ്ങൾ എടുത്തു നോക്കും. ഈ 2 സ്വാമിമാർ ഏതെങ്കിലും ചരിത്രം ഒരുമിച്ച് നടന്നൊരു ചരിത്രം ഉണ്ടാവും? നമ്മുടെ ഏത് ചരിത്രം എടുത്തു പരിച്ചു, ഇന്ത്യയുടെ ചരിത്രമോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആധ്യാത്മിക ചരിത്രമോ, കേരളത്തിൽ 2 പേര് 6 വർഷം ഒരുമിച്ച് നടന്നിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി നാരായണ ഗുരുവും കൂടാണ്. അപ്പം അവിടെ നാരായണ ഗുരു ഒരു സാധകനായിട്ട് മാറുമ്പോൾ സ്വാമി, ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു സ്വാമിക്ക് സകല വിദ്യകൾ. അതുകൊണ്ട് എത്രയേറെ വിശേഷങ്ങൾ നൽകപ്പെട്ട മറ്റൊരു സ്വാമി നമ്മുടെ ചരിത്രത്തിലില്ല. അത്ഭുതകരമായ വിശേഷങ്ങളാണ്. ഇപ്പം തന്നെ പറയാം, കേരള വിജ്ഞാന സൂര്യൻ, പരിപൂർണ കലാനിധി, സദ്ഗുരു മഹാവിദ്യാധിരാജൻ, പിന്നുള്ള ഒരുപാട് അത്ഭുതകരമായ വിശേഷങ്ങൾ. ഇത്രയും വിശേഷങ്ങൾ നൽകപ്പെട്ട ഒരു ആചാര്യൻ ആ കാലഘട്ടത്തിലില്ല. ഒരു പ്രസ്ഥാനമില്ലായിരുന്നു കൂടെ ഓർക്കണം. 90 ഏക്കർ സ്വന്തമായിട്ട് മലയാറ്റൂരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വലിയ പ്രസ്ഥാനം കെട്ടി അവിടെ ഈ പറയുന്ന മഠാധിപതിയായിട്ട് ആചാര്യനായിട്ട് ഇരിക്കാമായിരുന്നെങ്കിൽ വളരെ നിസ്സാരമായൊരു കാര്യമായിരുന്നു. അതിനുള്ള സംവിധാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്വാമി അത് പത്മനാഭ പണിക്കർ എന്ന ഒരു ശിഷ്യൻ എഴുതി കൊടുക്കുകയും ഇദ്ദേഹം അത് പിൻകാലത്ത് നാട്ടുകാർക്ക് വിൽക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ എന്താണ് യഥാർത്ഥ വഴിയെന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. മോക്ഷം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഗുണത്തിനനുസരിച്ച് എങ്ങനെ മുന്നോട്ട് നീങ്ങണം. വർണ്ണസങ്കരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചട്ടമ്പി സ്വാമികൾ കണ്ടിരുന്നു. ഒരു വർണ്ണസങ്കരം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ ഗുണത്തിനനുസരിച്ച് ഉള്ള ജ്ഞാനമല്ല നമ്മൾ നേടുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര സന്ദേഹം വരും. നമുക്ക് കൃത്യമായിട്ട് തപസ് അല്ലെങ്കിൽ മനോശാന്തി ഇല്ലാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വസ്ഥത വരാതെ, മനസ്സിന് സമാധാനം വരാതെ, സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സുണ്ടാവാതെ, ശുദ്ധിയുള്ളൊരു മനസ്സുണ്ടാവാതെ ഇത്തരം ജ്ഞാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഈ നമ്മുടെ മാലിന്യവും ജ്ഞാനവും കൂടെ കൂടിക്കലർന്നിട്ട് എങ്ങും എത്താത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരും.
അവിടെയാണ് ഈ സാധനയുടെ പ്രസക്തി. അപ്പം നമുക്ക് ജ്ഞാനം നേടാനുള്ള ബുദ്ധി നമുക്കുണ്ട്, ഒരു സംശയം വേണ്ട. ഇപ്പം നമുക്കൊരു സാധനയും ചെയ്യണമെന്നില്ല. നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം, പിന്നെ യൂട്യൂബ് കാണാം, ഒരുപാട് ശാസ്ത്രങ്ങൾ ഉണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് എത്ര പുസ്തകങ്ങൾ ഇപ്പം കിട്ടും. പക്ഷെ നമ്മളങ്ങനെ അറിവ് നേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ഗുണം മാറിയിട്ടില്ല. ഈ ഒരിക്കലേ ഒരു പന്മന ആശ്രമത്തിൽ ഒരു സ്വാമി വരുമായിരുന്നു. എനിക്കറിയാവുന്ന വലിയൊരു സ്വാമിയാണ്. ഇപ്പോൾ അദ്ദേഹം സമാധിയായി. വളരെ പ്രസിദ്ധനായ, കേരളത്തിലും പുറത്തും പ്രസിദ്ധനായ ഒരു വൈദ്യനായിട്ടുള്ള ഒരു ജ്ഞാനിയായ സ്വാമിയായിരുന്നു. അദ്ദേഹം പന്മന ആശ്രമത്തിൽ ചികിത്സ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാരക രോഗങ്ങളുള്ളവരാണ് ഇദ്ദേഹത്തെ കാണാറ്. പന്മന ആശ്രമത്തിൽ മാസത്തിൽ ഒരിക്കലേ വരൂ. അപ്പോൾ വന്നിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഭത്സിക്കും ആളുകളെ. ഇന്ന് സ്വാമിയെ കാണാൻ വന്നിരിക്കും 19 പേര് ഇരുന്നിട്ട് വഴക്കങ്ങ് തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ദോഷമൊക്കെ ആയിട്ട് വന്നിരിക്കുകയല്ലേ, ഇതൊക്കെ ഞാൻ മാറ്റിത്തരണമല്ലേ, എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് അരമണിക്കൂർ ശാസനയാണ്, ഭയങ്കര ശാസനയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സ്വാമിയെ അടുത്തിരിക്കും എല്ലാം കേട്ടുണ്ട്. അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാനിത് മാറ്റിത്തരത്തൊന്നുമില്ല, നിങ്ങൾ ദോഷം മാറ്റി ഞാൻ മാറ്റിത്തരണം, നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ എന്നും പറഞ്ഞ് അരമണിക്കൂർ ഇതെല്ലാം പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ സ്വാമിയായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ സ്വാമിയായിട്ട് എല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞേ, നമ്മൾ എത്ര ജ്ഞാനം നേടിയാലും നമ്മുടെ ശൂദ്രത്വം പോകാൻ പാടല്ലോ സ്വാമി എന്ന് ചോദിച്ചു. സ്വാമി പൊട്ടിച്ചിരിച്ചു. കാരണം ഈ മഹാൻ ഞാനിപ്പോൾ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവിനെയും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം CB കുഞ്ഞിരാമനൊക്കെ നാരായണ ഗുരുവിനെ കാണുമ്പം കൃത്യം നിലമ്പാടങ്ങ് വീഴുമായിരുന്നു. അന്നേരം ദണ്ഡ നമസ്കാരം ചെയ്യും. അന്ന് ദണ്ഡ നമസ്കാരം ചെയ്യുന്നതിന് മുമ്പ് കണ്ണടിച്ച് കാണിക്കും കൂടെയുള്ളവരെടുത്ത്. എൻ്റെ ഒരു വേലയാണ്. എന്നിട്ട് ഞാൻ സ്വകാര്യ ശ്വാസമാണ്ടാ പറയുന്നത്. എന്നിട്ട് കാര്യം ഗുരു, അപ്പം എന്നിട്ട് പല ആളുകളും ഗുരുവിനെതിരെയൊക്കെ അവർ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് സ്വത്ത് തർക്കം നടക്കുകയാണ്. SNDP യോഗവും ശ്രീനാരായണ ധർമ്മ തർക്കം നടക്കുക. കേസ് കൊടുത്തു. ഇപ്പോഴും കേസ് അടുത്ത സമയത്തും പോണ്ട്, കേസിന് എളുപ്പമുണ്ട്. അപ്പോൾ ആരെങ്കിലും പറയും ശ്രീനാരായണ, അപ്പോൾ ആരെങ്കിലും പറയും CB കുഞ്ഞിരാമൻ അങ്ങയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഇനി അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് നാരായണ ഗുരുവിൻ്റെ അടുത്ത് പറയും. ഇങ്ങനെ അങ്ങയെക്കുറിച്ച് ഇങ്ങനെ പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നാരായണ ഗുരു ചോദിക്കുന്നത്, കുഞ്ഞിരാമൻ അങ്ങനെ പറയുമോ? അല്ല, ആലോചിച്ച് നോക്കണം. അതാണ് അത് ഇതേപോലെ ചട്ടമ്പി സ്വാമിയുടെ പ്രത്യേകത. ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ രീതികളല്ലേ. ഇതല്ലാതെ ഒരൊറ്റ വാചം നിയമങ്ങളാണ് ഇവർ. ഇപ്പം ഈ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവും തമ്മിലുള്ള ഗുരുശിച്ച വിവാദം ഉണ്ടാക്കുന്ന കുമാരനാശാനാണ് തുടക്കമിടുന്നത്. കുമാരനാശാൻ്റെ ചില വാക്കുകളാണ് തുടക്കമിടുന്നത്. പക്ഷേ അവസാന കാലത്ത് ചട്ടമ്പി സ്വാമിയുടെ സമയത്ത് ചട്ടമ്പി സ്വാമി പാടിക്കേട്ട മൊത്തം കരുണയായിരുന്നു. മനസ്സിൽ കുമാരൻ എത്ര നന്നായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് പറയും. അവർക്ക് ഒന്നിനോടും നമ്മുടെ ഈ മഹത്വമാണ്. നമ്മൾ ഈ പറയുന്ന കാര്യം, നമ്മളെ ഒരാൾ എന്തെങ്കിലും പറയുമ്പം, അല്ല നമ്മൾ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ, നമ്മളെ ചീത്ത വിളിക്കുമ്പം കാര്യം നമ്മുടെ ദോഷോത്തരം കുറയുകയാണ്. അതാണ് നമ്മളൊരാൾ അടിക്കുമ്പോൾ നമ്മുടെ ദോഷോത്തരം കുറയുകയാണ്. അതുകൊണ്ട് ഈ മഹത്തുക്കളായിട്ടുള്ള ആളുകൾ വളരെ നിശബ്ദരായിട്ടിരിക്കും. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അത് സത്യം പറയുന്നത്. കാര്യം നമ്മളെ ഒരുപാട്, നിങ്ങളെ ഇപ്പം രാവിലെ ഒരാളും തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ സന്ധിക്കുമ്പോൾ തെറി വിളിച്ചിട്ട് നിങ്ങളൊന്നും മിണ്ടുന്നില്ല, നിങ്ങൾ ഇരിക്കുക, എങ്ങനെ ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പം വീട്ടിൽ പോയിട്ട് പിറ്റേന്ന് രാവിലെ അയാൾ തിരിച്ചു വരും. കാര്യം അയാൾക്ക് മാനസികമായി പ്രശ്നം ഉണ്ടാവും. കാര്യം ഇയാളൊന്നും, നമ്മൾ തിരിച്ച് പ്രതികരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. കാര്യം ഒരിക്കൽ നാരായണ ഗുരുദേവൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് പൊറുതി മുട്ടിയിരിക്കുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എനിക്കൊരു രക്ഷയില്ല. അങ്ങനെ മദ്യപിച്ചിട്ട് വന്നിട്ട് ഭയങ്കര തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. അപ്പോൾ എനിക്ക് അവസാനം ഒരു രക്ഷയില്ല, ഞാൻ ആത്മഹത്യ തന്നെ, സ്വാമി ശരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്തായാലും തിരിച്ചു പറയല്ലേ? ശരി, ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് ചോദിച്ചു. കേൾക്കാം സ്വാമി. എന്തായാലും അവസാന തറ്റ കൈ എന്ന രീതി നോക്കി കേൾക്കാമെന്ന് പറഞ്ഞു. ഇനി ഇയാൾ വരുമ്പം നീ ഒരു കുപ്പി വെള്ളം എടുത്ത് കവിൾ കൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്തിനാ? അല്ല, പുള്ളി കുപ്പി അല്ല ആദ്യം കൊണ്ട്
ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്തിനാ അങ്ങനെ കൊടുക്കാനാ? അല്ല, അതല്ല, നീ അത് നിന്റെ കവിളിൽ കൊള്ളണം. അപ്പോൾ അല്ല, ഒന്നും പറഞ്ഞില്ല, മറിച്ച് വേറെ ഒന്നും പറയാതെ കവിൾ കൊണ്ട് നിൽക്കി. ഇങ്ങനെ വരുമ്പം വെള്ളം കവിൾ കൊണ്ട് നിൽക്കണം. അപ്പോൾ പുള്ളി വന്ന് തെരുവിളി. അപ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഇവരിങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ നയിക്കുന്നുണ്ട്. ഇവർ പിന്നെ ഒന്നും കിട്ടാത്തതുകൊണ്ട് പുള്ളി ഇതൊക്കെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങി. പിറ്റേന്നും വന്നു ഇങ്ങനെ ഇതോടെ തെരുവിളിച്ചു, ഒന്നും മിണ്ടുന്നില്ല, കാര്യം കവിൾ വെള്ളമുണ്ട്. പിന്നെ മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ പുള്ളിയുടെ തെറിയുടെ ശക്തി കുറഞ്ഞു. പിന്നെ അടുത്ത ദിവസം വന്നപ്പോൾ നിശബ്ദമായി. അഞ്ചാമത്തെ ദിവസം പുള്ളി ഒന്ന് ഭാര്യ എടുത്ത്, നീ എന്തായി, എന്തു പറ്റി എന്ന് ചോദിച്ചു. അപ്പം പറയും, ഇങ്ങനെ ഗുരുദേവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഞാൻ പറയാം, എങ്ങനെയാണ് ഗുരുക്കന്മാർ ഈ ഓരോ വിഷയങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ് അവർക്കറിയാം. അല്ലാതെ നമ്മൾ വേറെ ഓരോരുത്തരെയും കണ്ടിട്ടാണ്, ഓരോരുത്തരുടെയും വ്യക്തികളും ഗുണങ്ങളും അറിഞ്ഞിട്ടാണ് ഗുരുക്കന്മാർ. ഇതേ സ്വഭാവം തന്നെയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ അടുത്ത് ഈ എത്ര വലിയ വാദപോലായിട്ട് വന്നാലും അതിന് സ്വാമി ലളിതമായ പരിഹാരങ്ങൾ, ഒരുപാട് കഥകളുണ്ട് അതിനെക്കുറിച്ച്. അത് അമൃതരാജി എഴുതിയ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും മനോഹരമായിട്ട് അമൃതരാജി തന്നെ അത് മുഴുവൻ സമ്പാദിച്ച് എഴുതിയതാണ്. മനോഹരമായ ഭാഷയിൽ, വളരെ വശ്യസുന്ദരമായ ഭാഷയിൽ അവസാന ഭാഗത്തോടെ കഥകൾ, വേണ്ട 54 കഥകളുണ്ടല്ലേ, 58 കഥകൾ. ഈ പുസ്തകം വായിക്കുമ്പം വളരെ അത്ഭുതകരമായിട്ട് തോന്നും. എങ്ങനെയാണ് പെരുമാറ്റത്തിൻ്റെ ഭാഷ എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലായാലും സമൂഹത്തിലായാലും നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഭാഷയാണ് പ്രധാനമെന്ന് ചട്ടമ്പി സ്വാമികൾ കുമ്പളത്തിനോട് പറയുന്നുണ്ട്. കാര്യം നിങ്ങൾ എങ്ങനെ പെരുമാറണം, നമ്മൾ നിൽക്കുന്ന സമയത്ത് കാല് എടുത്തുന്ന ചുവരി ചവിട്ടി നിൽക്കുക. സ്വാമി പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളാണ്. ഇപ്പം ആളുകൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ഒരു കാല് മടക്കി ചുവരി ചവിട്ടിയിരിക്കും ഇങ്ങനെ. അത് മോശമാണ്, പെരുമാറ്റ ദൂഷ്യമാണ്. അടുക്കള എന്ന് പറയുന്നത് അഴുക്കറയാവരുത്. ഇതൊക്കെ ചട്ടമ്പി സ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. വീട്ടിൽ എങ്ങനെ സ്ത്രീകൾ പെരുമാറണം, കുട്ടികൾ പെരുമാറണം, അത് പെരുമാറ്റം എങ്ങനെയായിരിക്കും. നമ്മൾ ഒരാളുമായിട്ട് നമുക്ക് ബന്ധങ്ങൾ വരുന്ന പെരുമാറ്റത്തിൻ്റെ ഗുണം കൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഗുരുക്കന്മാർ എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടേതായിട്ടുള്ള പുരാണങ്ങൾ എടുത്താലും ശാസ്ത്രങ്ങൾ എടുത്താലും ഇവർ തമ്മിൽ സംസാരിക്കുന്നൊരു ഭാഷയുണ്ട്. നമ്മളതിനകത്ത് ശാസ്ത്രം ഗ്രഹിക്കും. നമ്മൾ എന്താണ് അതിൻ്റേതായിട്ടുള്ള സത്ത നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരും. അല്ല, പക്ഷെ വിഷ്ണു പരമശിവനെ കാണുമ്പോഴും പരമശിവൻ വിഷ്ണുവിനെ കാണുമ്പോഴും സംസാരിക്കുന്ന ഭാഷ എന്താണ്? അപ്പോൾ അവർ രണ്ടും പരസ്പരം പറയും, അങ്ങ് ഈ ലോകത്തിൻ്റെ നാഥനാകുന്നു, അങ്ങില്ലാതെ ലോകമില്ല, എല്ലാം പരസ്പരം പറയുന്നവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കീർത്തിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ വിഷ്ണു സഹസ്രനാമമായാലും ലളിതാ സഹസ്രനാമമായാലും നമ്മൾ കീർത്തിക്കുക. അപ്പം മനഃപ്രസാദത്തിനുള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഭാഷയാണ്. ഇത് ഗുരുക്കന്മാർ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഗുരുക്കന്മാരുടെ അടുത്ത് വീണ്ടും പോകാൻ തോന്നുന്നത്. ഇതേ താല്പര്യത്തിലാണ് ചട്ടമ്പി സ്വാമികളും ഒരു പരിധിവരെ പ്രധാനമായിട്ട് തീർത്ഥപാദ പരമഹംസനും വരെ. കാര്യം പരമഹംസ സ്വാമികൾ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് നമ്മൾ ആരും ചർച്ച ചെയ്തിട്ടേ ഇല്ല. മറ്റദ്ദേഹം പുസ്തകങ്ങളുമായിട്ട് നീങ്ങിയപ്പോൾ ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ കോട്ടയം കേന്ദ്രീകരിച്ച് വാഴൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ക്രിസ്തുമത പരിവർത്തനം നടക്കുന്ന കാലഘട്ടത്തിലാണ് സ്വാമികൾ അതിനെതിരെ എത്ര രൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങളും കല്ലെറിയലും സഹിച്ചുകൊണ്ടാണെന്ന് അറിയുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ഒരു പരമ്പരയോടുണ്ട്. പക്ഷേ അത് പിൻകാലത്ത് എനിക്ക് കരികാലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ, നമുക്കെല്ലാം കലിയാണല്ലോ, നമുക്ക് ഒരു കാര്യം ഒരാളടുത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു ഹോണടിയാണ് പുറകിൽ കിടന്ന്. നമ്മൾ അത്ര വേഗത്തിലായി. ഇപ്പം നമ്മൾ ഈ ഫോൺ നോക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറും കൂടാതെ ആയിരക്കണക്കിന് പോസ്റ്റുകൾ, ആയിരക്കണക്കിന് ഇമേജുകൾ, വീഡിയോസ് വന്ന് നമ്മുടെ മനസ്സിൻ്റെ വേഗം കൂടി നമുക്കൊന്നിനും സമയമില്ലാതായി. ഇത് നമ്മുടെ സ്വഭാവത്തിൽ കുഞ്ഞുങ്ങളിലും പ്രതിഫലിക്കുന്നു. ഇപ്പം തന്നെ പറയുന്ന കോളേജുകളിലും സ്കൂളുകളിലും കുഞ്ഞുങ്ങളില്ല, സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞു വരുന്നു. അപ്പം പൊതുവെ പറഞ്ഞ കോളേജ് കുട്ടികളില്ലാത്തല്ല, നമ്മുടെ സമൂഹങ്ങളിൽ കുഞ്ഞുങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. ഇവിടെ പലതരത്തിലുള്ള ആശ്രമങ്ങളിലും ആളുകളില്ല. ഏറ്റവും കൂടുതൽ ആശ്രമങ്ങളുള്ളതായിട്ടുള്ള ഒരു ജില്ല പാലക്കാട് ജില്ലയാണ്. എത്ര ആശ്രമങ്ങളാണെന്നറിയാം അവിടെ അനാഥമായി കിടക്കുന്നത്. എങ്ങും സ്വാമിമാരില്ല. ഒരു വീട്ടിൽ പണ്ട് 10-12 പേരുണ്ടായിരുന്നിടത്ത് ഒരു വീട്ടിൽ ഒരു കുഞ്ഞേ ഉള്ളു. മനസ്സിൽ എവിടെ ആശ്രമങ്ങൾ? അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമ സന്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഈ സാധക സംസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നത് വിദ്യാധരാജ ഗുരുകുലത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ചട്ടമ്പി സ്വാമിയെ സ്വീകരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർക്കെങ്കിലും ഇത്രയും കാലത്ത് ജയന്മാഷിൻ്റെയും അതേപോലെ
അതേപോലെ കൃഷ്ണപ്രിയ മാതാജിയുടെയും ഒക്കെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് ഒക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കുന്നെങ്കിൽ ഇത് തന്നെയാണ് വിദ്യാധിരാജ ധർമ്മം എന്ന് പറയുന്നത്, വിദ്യാധിരാജ ദർശനം എന്ന് പറയുന്നത്. സമയം ഒരുപാടായോ? സമഗ്ര ദർശനത്തെക്കുറിച്ച് അവതരിപ്പിക്കാൻ ഞാൻ ആളല്ല. കാര്യം എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. കാരണം ഞാൻ ഈ വിഷയത്തിലേക്ക് എന്നെ ഈ ഗുരുക്കന്മാർ കൊണ്ട് എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ വലിയ ഈ 20 വർഷത്തെ ഒരു 10-50 വർഷം മുമ്പെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ചട്ടമ്പിസ്വാമിയുടെ പുസ്തകങ്ങൾ കണ്ടെത്തുന്നതിനും അത് കിട്ടിപ്പോയനും. പക്ഷെ നമ്മുടെ ആളുകൾ ഇതിന് ഒരു പ്രാധാന്യം കൊടുത്തില്ല. ഇപ്പോഴും ആ രീതിയിലുള്ള കാഴ്ചപ്പാട് ഇതിനൊക്കെ മാറി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വിദ്യാഭവനിലുള്ള ചട്ടമ്പിസ്വാമി സാഹിത്യ സർവസ്വം. പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ സംഭാവനകൾ, അതേപോലെ രാമൻ നായർ സാറിൻ്റെ സംഭാവന, വിമൽ കുമാറിൻ്റെ സംഭാവന, ഒരു നിര ചട്ടമ്പിസ്വാമികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇതെന്താണെന്ന് അന്വേഷിക്കാനും പറ്റുന്ന ഒരു നിര ഈ വലിയ സന്യാസി സംസ്കാരവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു നിര കൂടാണ്. അതുകൂടെ പറയണം. അവർ ഉയർന്നു വരികയും അതിൻ്റെ ഒരു വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു ഭാഗം മാത്രമാണ് ഞാൻ. കാരണം ഇത് അന്വേഷിക്കുമ്പം ഇങ്ങനെ ഒരു സ്വാമിയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, കാര്യം ജീവിതത്തിന് എത്രത്തോളം ശുദ്ധീകരണം നടത്താം. ഇപ്പം ഇവിടെ ജയമാഷി ചെയ്യുന്നത് തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അല്ല, നമുക്ക് ഈ മോക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഒരുപാട് അഴുക്കുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ വസ്ത്രം കഴുകുന്നത് പോണൊക്കെ എല്ലാ ദിവസവും നമ്മൾ മനസ്സിനെ അടിച്ച് നനയ്ക്കണം. അതിനുള്ളൊരു ശിക്ഷണം നമുക്ക് കിട്ടണമെന്നുള്ളതാണ്. ശരി, നമ്മളെപ്പോഴും മലിനപ്പെട്ടുകൊണ്ടിരിക്കും, അതിനകത്തൊരു തർക്കവും വേണ്ട. നമ്മളങ്ങ് കാര്യം മനുഷ്യനായതുകൊണ്ട് മാലിന്യങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കുന്നുപിടിക്കും. വസ്ത്രം മാലിന്യപ്പെടും, രാവിലെ ഇടുന്ന വസ്ത്രം വൈകിട്ടാകുമ്പോഴത്തേക്ക് മോശപ്പെടുന്നത് പോലെ ഒരുപാട് ആവശ്യമില്ല ചിന്തകളും മറ്റു തരത്തിലുള്ള ഭ്രമങ്ങളും മോഹങ്ങളും അതിമോഹങ്ങളും ഉന്മാദങ്ങളും ഒക്കെ വന്ന് നമുക്കൊരുപാട് മാലിന്യങ്ങൾ സംഭവിക്കും. അതിനെ വൈകിട്ടാകുമ്പോഴത്തേക്കൊന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം, എന്തെങ്കിലും തരത്തിലുള്ള സാധന അല്ലെങ്കിൽ സ്വാധ്യായം, രാമായണം വായിക്കുക എന്ന് പറഞ്ഞ് ഒന്നുമില്ലെങ്കിലും ആ സമയത്തെങ്കിലും ഈ പറഞ്ഞ ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമല്ലോ, പരദൂഷണമെങ്കിലും പറയാതിരിക്കുമല്ലോ. അപ്പം നമ്മൾ രാമായണം വായന ഒരു കൾച്ചറായി കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഞാൻ ഈ രാമായണം ഒക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് ഒരു ശാസ്ത്രവും നമ്മൾ പഠിക്കണ്ട, ഈ രാമായണവും ഭാഗവതമൊക്കെ നിരന്തരം വായിച്ചാൽ മതി. എത്ര മനോഹരമായ ഭാഷയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ അത്രത്തോളം ഉന്നതമായ സംസ്കാരം നമുക്കുണ്ടായിട്ട് അതിനൊരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. നമുക്ക് 10,000-കണക്കിന് ശാസ്ത്രമുണ്ട്, ഒരു സിസ്റ്റവും ഇല്ല. ശാസ്ത്രങ്ങൾക്കൊരു കുറവില്ല. കാര്യം ബുദ്ധിയുള്ള ഏത് സമൂഹത്തിലും ശാസ്ത്രങ്ങളുണ്ടാകും. ഒരു ഇവിടെ തന്നെ അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നൊക്കെ പറഞ്ഞ് നിരവധി ആ സമ്പ്രദായത്തിനകത്ത് തന്നെ ഒരുപാട് ഈ അടലുകൾ പൊട്ടി മുളച്ചുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ തർക്കങ്ങളാണ്. നമുക്കൊരു സിസ്റ്റം ഇല്ല. ഇസ്ലാം മതത്തിനൊരു സിസ്റ്റമുണ്ട്, അതേപോലെ ക്രിസ്തു മതത്തിന് ഒരു സിസ്റ്റമുണ്ട്. ഒരു വ്യക്തിയെ പിടിച്ച് ദേവാംശമുള്ള ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സാമൂഹികമായി കഴിഞ്ഞാൽ പൊതുവേ അത് സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ ദൈവമായിട്ട് കരുതും. അപ്പം അതിനെ നമ്മൾ മനുഷ്യ ദൈവം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാ ദൈവങ്ങളും മനുഷ്യരാണ്. നമ്മുടെ സങ്കല്പം തവളയുടേതായിട്ടുള്ള ദൈവം തവളയായിരിക്കും, അല്ലേ? മനുഷ്യരുടെ ദൈവം മനുഷ്യരായിരിക്കും. മനുഷ്യരൂപത്തിലാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവാംശത്തിലേക്ക് നമ്മളെ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലെങ്കിൽ ആസുരികമായിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ വളരെ കുറച്ചു കൊണ്ടുവരാനുള്ളതായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇത്തരം ഉന്നതമായ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു വലിയ സദസ്സ് അതിൻ്റെ വലിപ്പം കൊണ്ടല്ല, അതിൻ്റെ ധർമ്മം കൊണ്ടുണ്ടായി വന്നു എന്നുള്ളത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. കാര്യം ഇവിടെ ഒരു 2023 പന്മനല്ലേ. അപ്പോൾ പന്മനയിൽ ഒക്കെ വെച്ച് എനിക്കിതിനകത്ത് പങ്കെടുക്കാൻ പറ്റി, വലിയ സന്തോഷം തോന്നി. പിന്നെ രണ്ടാമത് ഞാൻ ഈ ഗുരുക്കന്മാരെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനേ ഞാൻ പോകാറുള്ളൂ. ഞാൻ വേറെ ഉള്ള സദസ്സിലൊന്നും പോകാറില്ല. എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്.
പക്ഷേ ഗുരുക്കന്മാരെക്കുറിച്ച് നടരാജ ഗുരു, പിന്നെയുള്ള ചട്ടമ്പി സ്വാമി, നാരായണ ഗുരു, സദാനന്ദ സ്വാമി, ഈ ഗുരുക്കന്മാരെക്കുറിച്ച് പറയുന്നത് ഇഷ്ടമാണ്. അത് വലിയ കാര്യമായിട്ട് തന്നെ കരുതുന്നു, അതൊരു നിമിത്തമായിട്ട് കരുതുന്നു, അത് ഒരു അവകാശമായിട്ട് കരുതുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംസ്കാരം ഇനിയുള്ള തലമുറകളെയൊക്കെ രക്ഷിക്കും. ഒട്ടും മോശപ്പെട്ട ഇതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കരുത്. കാര്യം ഇപ്പം ഞാനൊരു കോളേജ് പഠിപ്പിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാം എന്താണ് പുതിയ സംസ്കാരം. ഞാൻ ആരെയും പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നുള്ളതല്ല. പുതിയൊരു ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം മാറി. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാകുകയേ പറ്റൂ. ഇനി ആശ്രമങ്ങൾ വഴിയോ പിന്നെ മറ്റ് രീതികളൊന്നും ഉള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ ഇതിന് ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഗുരുകുലങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബ സദസ്സുകൾ സൃഷ്ടിക്കുക. അപ്പം അങ്ങനെ കുറച്ച് ആളുകൾ പ്രചരിച്ച് ചട്ടമ്പി സ്വാമികൾ ചെയ്ത അതേ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മുന്നോട്ട് പോയി. അങ്ങനെ ആത്മീയ സൗഹൃദങ്ങൾ, ജനാധിപത്യത്തിൻ്റെ ആത്മീയതയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചട്ടമ്പി സ്വാമി പറഞ്ഞ ആത്മീയ ജനാധിപത്യത്തെക്കുറിച്ചാണ്. അത് മാത്രമല്ല, സ്വാമി പറഞ്ഞ കാരുണ്യമാണ് നമ്മുടെ മതമെന്നാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു ധർമ്മത്തിൽ നിൽക്കുന്നത് കൊണ്ടും പിന്നെ വളരെ നിശബ്ദമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് പിന്നെ ജയമാഷ് പല മേഖലകളിലും ഇവിടെ യോഗയായാലും മറ്റ് ശാസ്ത്രശാഖകളായാലും ഒക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ മുഴുവൻ അനുഭവിക്കുന്നവരുണ്ട്. കാര്യം എനിക്കതിന് ഒരുപാട് തരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്. പലരും ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ ജീവിത ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ മാത്രമേ വിദ്യാധിരാജ ദർശനത്തിനും വിദ്യാധിരാജ പ്രസ്ഥാനത്തിനും ഒക്കെ ശക്തി കൈവരാൻ പറ്റും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണക്ക് സ്വാമിമാരിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക, നമ്മൾ വിചാരം ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള സൗഹൃദശാലകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധക സംഗമങ്ങളിലൂടെ അതിനൊക്കെ തീർച്ച വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. കാര്യം ഞാൻ റിഫ്രഷർ കോഴ്സിലായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഞാനൊന്ന് വരാതിരിക്കാനും പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല. എന്തായാലും ഇത്രയും സമയം നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും കേട്ടിരുന്നതിന് നന്ദി. ശരി, സന്തോഷം. നമ്മുടെ ഒരു മഹാത്മാവുണ്ടായിരുന്നു, അദ്ദേഹം ദീനദയാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, ഈശ്വരന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല എന്ന് പലരും പറയും. പക്ഷേ ഈശ്വരന് ഒരു കാര്യം സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അധർമ്മം ചെയ്യാൻ പറ്റില്ല എന്ന്. അതുപോലെ ചട്ടമ്പി സ്വാമിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. സർവജ്ഞനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം സ്വാമിക്ക് അറിഞ്ഞുകൂടായിരുന്നു. രാഷ്ട്രീയക്കാരന് തല വെച്ച് കൊടുക്കരുത് എന്നുള്ള കാര്യം. അതാണ് പന്മനയിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അതായത് നമ്മൾ അറിയാതെയാണേലും അത് കുഴപ്പത്തിലായിപ്പോയി. നമ്മുടെ ഈ സദസ്സിൽ ഈ അതിമനോഹരമായ ഈ പ്രഭാതത്തെ ധന്യമാക്കിയ ചട്ടമ്പി സ്വാമി നമ്മുടെ ഹൃദയത്തിലേക്ക് ചെറിയ വാക്കുകളിലൂടെ മുഴുവനും ഇറങ്ങി വന്നു. അതാണ് നമ്മൾ പല പ്രാവശ്യം പലതും കേൾക്കുമ്പോഴും അനുഭവിച്ച് പറയുക എന്ന് പറയില്ലേ, അതുപോലെ പറഞ്ഞ് ഇവിടെ നമ്മളെ സ്വാമിയിലേക്ക് കൂടുതൽ അടുപ്പിച്ച ശ്രീ ഡോക്ടർ സുരേഷ് മാധവ്ജി, അതുപോലെ ജി അമൃതരാജ്, അവർക്ക് നന്ദി പറയുന്നു. ഗുരുകുലത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അവർക്കുണ്ടാവട്ടെ. നമസ്കാരം.